പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷത്തെ LDFനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. CPIയുടെ മാത്രം കാര്യമല്ല. LDF ശക്തിപ്പെട്ട രീതി, LDFിൻ്റെ മേൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത വിധം LDF മുമ്പോട്ട് പോയ രീതി. LDF മാത്രമാണ് ഏക പ്രതീക്ഷയെന്ന് ഇപ്പോഴും എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉറപ്പാണ്. ആ LDFനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അതിനാവശ്യമായിട്ടുള്ള തിരുത്തലിന് വേണ്ടി നിങ്ങൾ CPIയും CPIയും എല്ലാം ശ്രമിക്കുന്ന വേളയിൽ അതേപ്പറ്റിയുള്ള ഏറ്റവും ശരിയായ കാഴ്ചപ്പാട് ഉചിതമായ രീതിയിൽ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു വ്യാഖ്യാനത്തിൻ്റെ കാര്യം അതിനകത്തില്ല. സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ, അധോലോക കഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മാർഗ്ഗമല്ല. ചെങ്കൊടി അതിൻ്റെ പാർട്ടിയല്ല. കയ്യൂരിലും കരുവള്ളൂരിലും തെല്ലങ്കേരിയിലും മുനിയൻകുന്നിലും കാവമ്പായിലും ഒഞ്ചിയത്തും തെലങ്കാനയിലും തേബാറയിലും ശൂരനാട്ടും എല്ലാം ഒരുപാട് മനുഷ്യർ ചോരകെടുത്തുണ്ടാക്കിയ പാർട്ടികളത്. അവരുടെ ചോരയുടെ നിറമാണ് ചെങ്കൊടിക്കുള്ളത്. ആ ചെങ്കൊടി തണലിൽ ഒരിക്കലും അധോലോക സംസ്കാരവും വളരാൻ പാടില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. ആ നിലപാട് CPIക്കുമുണ്ട്, ആ നിലപാട് CPMനും ഉണ്ടാകാം. കണ്ണൂരിലെ CPM നേതാക്കളുടെ കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയ ബന്ധങ്ങളുമായി ചേർത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ CPIയുടെയും മനം മടുപ്പിച്ചു. കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണിൽ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തുവരുന്നത് ചെങ്കൊടിക്ക് അപമാനമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറിക്ക് പോലും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട് എന്ന് ബിനോയ് വിശ്വം ആവർത്തിച്ച് CPMനെ ഓർമ്മിപ്പിക്കുന്നു. ജനമനസ്സിനെ എതിരെ ചിന്തിപ്പിച്ച കൊട്ടേഷൻ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പാർട്ടി വളർത്താണെന്ന് മേനി നടിക്കുന്നവർക്ക് താക്കീതാകുന്നുണ്ടോ പൊള്ളിക്കുന്ന വെളിപ്പെടുത്തലുകളും നിലപാടുകളും? CPIയുടെ വിമർശനത്തിലെങ്കിലും തിരുത്തുമോ CPM? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. RMP നേതാവ് MLA ശ്രീമതി KK രമ, ശ്രീ NP ചേക്കുട്ടി മാധ്യമപ്രവർത്തകൻ, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ റെജി ലൂക്കോസ് ഇടനിരീക്ഷകൻ എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമാണ്. ശ്രീമതി KK രമ, ഇന്ന് ഒഞ്ചിയമടക്കം പാർട്ടി കേന്ദ്രങ്ങൾ നടന്നതൊക്കെ വൈകൃതമാണ് എന്ന് മനു തോമസ് പറഞ്ഞു വിട്ട അതിൻ്റെ അലയൊലികൾ ഇപ്പോഴും അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ദിവസമാണ്. ഇവിടെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇത് കൊട്ടേഷൻ മാഫിയ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമല്ല, അത് ചെങ്കൊടിക്ക് ചേർന്നതല്ല എന്ന് ഈ ഘട്ടത്തിൽ തുറന്നു പറയുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വല്ലാത്ത അവസ്ഥയിൽ CPM LDF സംവിധാനം നിൽക്കുന്ന സമയത്താണ് ഈ തുറന്നു പറച്ചിൽ എന്നതും ശ്രദ്ധേയമാണ്. വൈകി വന്ന ഒരു വിവേകമാണോ CPIയുടേത്? നോക്കൂ രഞ്ജിത്ത്, ഇതിനകത്ത് വൈകി വന്ന വിവേകം എന്ന് തീർച്ചയായും അങ്ങനെ ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ഇതൊന്നും അറിയാത്തവരല്ല CPIയുടെ നേതാക്കന്മാർ. ഇതിനകത്ത് നിരവധി കാലമായി ഞങ്ങളെ പോലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ കൊട്ടേഷൻ ക്രിമിനൽ പ്രവർത്തനങ്ങൾ, പാർട്ടിയിലെ ചില നേതൃത്വം ഇത്തരം സംഘങ്ങളുടെ പിടിയിലാണെന്നും അതാണ് പാർട്ടി പ്രവർത്തനം എന്നും പറഞ്ഞ് നടക്കുന്നത് വർഷങ്ങളായി തുടങ്ങിയതാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു കാര്യമൊന്നുമല്ല. ഇപ്പൊ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുറം ലോകം ഇതറിയുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്തുള്ള വലിയ തോതിലുള്ള ആഭ്യന്തര അല്പവിമർശനമാണോ, അതിനകത്തുള്ള വിമർശനങ്ങളാണോ, പാർട്ടിക്കകത്തുള്ള വിമർശനങ്ങളൊക്കെ ഞങ്ങളെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടു വന്നിട്ട് 14 വർഷമായി. ചന്ദ്രശേഖരൻ പണ്ട് പറഞ്ഞത് ഇതായിരുന്നു. ഇതുപോലെ നിരവധി ശബ്ദങ്ങൾ പാർട്ടിക്കകത്ത് നേരത്തെ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ വഴിപിഴച്ച പോക്കിനെതിരെ, ഇതുപോലെയുള്ള ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരെ, ആളുകളെ കൊല്ലുന്നതിനെതിരെ, ബോംബ് നിർമ്മിക്കുന്നതിനെതിരെ, ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലെ കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ ഒക്കെ എത്ര കാലമായി ആ പാർട്ടിക്കകത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനൊരു തിരുത്തുണ്ടാകാതെ പുറത്തു വന്നവരാണ് ഞങ്ങൾ. ഒരു തിരുത്തുണ്ടാകാതെ നിശബ്ദരായിരിക്കുന്ന ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ ഈ നാട്ടിലുണ്ട്. നമ്മൾ അറിയണം എത്ര മനുഷ്യർ ഇതിന്റെ നേതൃത്വത്തിൽ ഇരുന്ന ആളുകൾ പോലും നിശബ്ദരായിരിക്കുന്നുണ്ട് എന്നറിയാമോ? കാരണം അവർക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇതുപോലെ ഇന്ന് കുറച്ച്
അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് ജീവിച്ചിരിക്കില്ല. അവരെ നാവറുക്കും. ചന്ദ്രശേഖരനെ വെട്ടിച്ചിതറിയത് അതിന്റെ ഭാഗമായിട്ടാണോ? അതിനുശേഷം കാലം ഇത്രയും വർഷം കഴിഞ്ഞപ്പോ ആളുകൾക്ക് കുറച്ചുകൂടി തുറന്നു പറയാൻ ഒരു വേദികൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അപ്പൊ മനു തോമസുമാര് ഉയർന്നു വരികയാണ്. മനു അതിനകത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അതിനകത്തുള്ള കാര്യങ്ങൾ കണ്ട് മടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്നിടത്തേക്ക് തുറന്നു പറയേണ്ടി വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഒരു പെൺകുട്ടി ബോംബ് നിർമ്മാണമായിട്ട് എരഞ്ഞോളിയിൽ ഒരു പെൺകുട്ടി തുറന്നു പറയാണ്, ഞങ്ങളിത് കണ്ട് മടുത്തു, ഇനി പറയാതിരിക്കാൻ പറ്റില്ല. ചില ഒറ്റപ്പെട്ട ഇപ്പോൾ മനു തോമസിനെ പോലെ ഒരാൾ ദീർഘനാൾ 10-14-15 മാസമായി പാർട്ടിയോട് ചേർന്ന് നിൽക്കാതിരുന്ന ഒരാൾ, അദ്ദേഹം വളരെ പെട്ടെന്ന് ഈ വെളിപ്പെടുത്തലുമായി രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം ദുർബലമായ ഒരു രാഷ്ട്രീയ പരിസരത്ത് നിൽക്കുകയാണ് CPM ഇപ്പോൾ, LDF സംവിധാനം ഇപ്പോൾ. ഈ ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ തുറന്നു പറയുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവല്ലേ ശ്രീ KK രമ? അതല്ലേ ഒരു പ്രധാന പ്രശ്നം. അത് ഈ നേതാക്കൾ പോലും ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുക്കാൻ തയ്യാറാകുന്നില്ല. പലവിധ ആരോപണങ്ങൾ വന്നിട്ട് മറുപടി പറയാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ജനമനസ്സുകളിൽ വീണ്ടും വീണ്ടും സംശയങ്ങൾ ജനിപ്പിക്കുന്നു, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു, പാർട്ടി സംവിധാനങ്ങൾ പുറകോട്ട് പോകുന്നൊന്നും ഈ ദുർബല രാഷ്ട്രീയ പരിസരത്ത് നിന്നിട്ട് പോലും അവർ ഇതിന് കൃത്യമായൊരു ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ളൊരു മറുപടിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ലല്ലോ. പാർട്ടി നമ്മുടെ ഇവിടെയുള്ള CPM സംവിധാനം അങ്ങനെയാണ്. അതിനകത്ത് നിന്ന് അത്ര വേഗം ഇത്തരം കാര്യങ്ങളൊന്ന് പുറത്തു വരികയോ അല്ലെങ്കിൽ അത് തുറന്ന് ഒരു പരിശോധന നടത്തി തിരുത്തുകയോ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ സാധിക്കില്ല. അത് എളുപ്പമല്ല. ഞാൻ പറഞ്ഞ CPIയിലെ അതിനകത്ത് നേരത്തെ പല ആളുകളും ഒരുപക്ഷെ വെളിയം ഭാർഗവനൊക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പാർട്ടിയുണ്ട്. അത് നല്ല തിരുത്തൽ ശക്തിയായിരുന്നു. അതിനകത്തും CPIയിലായാൽ പോലും പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിശക്തമായി പറയാനും തിരുത്താനും സാധിച്ചിരുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന നേതൃത്വങ്ങളൊക്കെ ഇതിനോടൊക്കെ സന്ധി ചെയ്യുകയാണ്. പലതിനെയും സന്ധി ചെയ്യുകയും കണ്ടിട്ടും കാണാതെ നടിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് പാർട്ടി എന്ന നിലയ്ക്ക്. ഓരോരുത്തർക്കും അധികാരം നിലനിർത്തുക, അധികാരം കിട്ടുക, ആ അധികാരത്തിന് വേണ്ടിയിട്ട് എല്ലാത്തിനെയും കോംപ്രമൈസുകൾ. അവിടെ ആദർശങ്ങളില്ല, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ പ്രത്യയശാസ്ത്രങ്ങളില്ല, ഒന്നും കാണാൻ സാധിക്കില്ല. അപ്പൊ അതിനകത്ത് ഇതിനൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പം ബഹുമാനപ്പെട്ട വിനോദ് വിശ്വം ഇപ്പം പറഞ്ഞു, തീർച്ചയായിട്ടും CPI ഒക്കെ ചിന്തിച്ച് പുറത്തു വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത്തരത്തിലൊരു സംവിധാനങ്ങളുടെ എങ്ങനെയാണ് യോജിച്ചു പോവുക? ഇതിനകത്ത് നിന്ന് ഈ പറയുന്നതിൽ എന്ത് അർത്ഥമുണ്ട് എന്നുള്ളതും മറ്റൊരു ചോദ്യമാണ്. പാർട്ടി CPM എന്ന് പറയുന്നത് CPM അല്ല, അങ്ങനെ ഒരു ധാരണയുണ്ട് എല്ലാവർക്കും. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ CPM ആണ്. CPM മാത്രമേ ഇടതുപക്ഷം, അങ്ങനെയല്ല. ഒരുപാട് ഇടതുപക്ഷത്തിന്റെ ആളുകൾ പുറത്തുണ്ട്. CPM അതല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന തീവ്ര വലതുപക്ഷം എന്ന് പറയാൻ പറ്റുന്നത് എല്ലാവരും ഞാൻ പറയുന്നില്ല. CPMന്റെ ഒരു വിഭാഗം നേതൃത്വം, പക്ഷെ ആ വിഭാഗത്തിന്റെ കയ്യിലാണ് പാർട്ടി എന്നുള്ളത് കൊണ്ട് അതിനെ മറികടക്കുക എളുപ്പമല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ഇത് എന്താ പറയാ, കലഹങ്ങൾ ഉണ്ടായാലേ ചീഞ്ഞ് നാറുക എന്ന് പറയില്ലേ, ആ ഇടത്തേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം വൈകാതെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി. കാരണം നേരത്തെ പിണറായി വിജയനെ ഒന്നും വിമർശിക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. ഇന്ന് പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് ഉണ്ടായി വരികയാണ്. അപ്പൊ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ തിരുത്തപ്പെടുകയുള്ളൂ. വിമർശനങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭക്തന്മാരായി മാറുന്നു CPMന്റെ നേതാക്കന്മാർ പലരും. നേതൃത്വത്തിനെ ഭക്തിയോടുകൂടി കാണുന്നു. അവരെ വീരന്മാരായി ആരാധിച്ച് നടക്കുന്നു. സൂര്യനെ പോലെ ഉപമിക്കുന്നൊക്കെ നമ്മൾ കാണുകയല്ലേ? മുമ്പൊക്കെ കേട്ടിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ ഏതെങ്കിലും ഉപമ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ ഒരു ഭക്തി നമ്മൾ ഏതെങ്കിലും കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ടിട്ടുണ്ടോ? എത്ര മഹാന്മാരുടെ വളർത്തിയെടുത്ത പാർട്ടിയാണ്. കയ്യൂരും കരിവള്ളൂരും കാവുംപായും ഒക്കെയുള്ള ധീര രക്തസാക്ഷികളെ ഓരോരുത്തർ മനസ്സിലിങ്ങനെ കടന്നു പോകുന്നല്ലേ? അവരൊക്കെ ആ കാലഘട്ടത്തിലെ പാർട്ടി എന്തായിരുന്നു, ഇന്നത്തെ പാർട്ടി എന്തായിരുന്നു? ഇതൊക്കെ തിരുത്തുക എന്നുള്ളതാണ്. ഇത് തിരുത്തി അതിനകത്ത് തന്നെ അതിലുള്ള തിരുത്തൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞ മനു ഒറ്റപ്പെട്ട ശബ്ദമാണെങ്കിലും അത് പ്രധാനപ്പെട്ട ശബ്ദമാണ്. അത്തരം ശബ്ദങ്ങൾ ഇനിയും വരുന്നത്. നമ്മൾ ഒറ്റപ്പെട്ടെന്ന് നിസ്സാരമായിട്ട് അതിനെ കാണുന്നതിൽ ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി ശ്രീമതി KK രമ. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ KK രമ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാന കാര്യം, അത് ഒരു തിരുത്തൽ ശക്തിയായി CPI മാറണം. LDF സംവിധാനം ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു ദൗർബല്യമുണ്ട്. ഏതൊക്കെ കേന്ദ്രങ്ങളിൽ വോട്ട് ചേർന്നു എന്നുള്ളത് പ്രധാനമായും ചർച്ച ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ മലബാർ മേഖലയിലൊട്ടാകെ കണ്ണൂരിലും വടകരയിലും കോഴിക്കോട്ടുമൊക്കെ ആ പാർട്ടിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തു. ഇപ്പോൾ 1.5 ലക്ഷം വോട്ടിന് തോറ്റ
എളമരം കരീമാണോ 11,000 വോട്ടിന് വിജയിച്ച അമ്പലപ്പുഴയിലെ തോൽവി അന്വേഷിക്കാൻ എന്ന് ന്യൂസ് 18നോടാണ് ജി സുധാകരനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും ചോദ്യം ചെയ്യാതിരുന്നവർ പോലും പാർട്ടി സംവിധാനത്തെ ചോദ്യം ചെയ്ത പശ്ചാത്തലം ഉണ്ടായിട്ടും അത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കാൻ വളരെ കൃത്യമായി ആ സംവിധാനം തയ്യാറാകേണ്ടതല്ലേ? CPIയുടെ ഈ നിലപാട് ഏത് തരത്തിൽ LDF സംവിധാനത്തിൽ മാറ്റം വരുത്തും? അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അത്ര ഗൗരവത്തോടുകൂടി LDF സംവിധാനമോ അല്ലെ CPM സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ആക്ച്വലി എലക്ട് ചെയ്യപ്പെട്ടൊരു സെക്രട്ടറി ഒന്നുമല്ല. അദ്ദേഹം പാർട്ടി സംവിധാനത്തിനകത്ത് കമ്മിറ്റിയിലൂടെ താൽക്കാലികമായിട്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതാണ് ഒരു മരണം ഉണ്ടായ സമയത്ത്, കാനം രാജേന്ദ്രൻ മരിച്ച സമയത്ത്. അപ്പോൾ ആ പാർട്ടിയിലും CPMലും ഈ വർഷാവസാനത്തോടുകൂടി അവരുടെ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അവരുടെ സമ്മേളനങ്ങൾ എന്ന് വെച്ചാൽ അടിത്തറ മുതൽ മുകളിൽ വരെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് തീർച്ചയായും ബിനോയ് വിശ്വത്തിന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരണമെങ്കിൽ പാർട്ടിക്കകത്ത് ശക്തമായിട്ടുള്ള ഒരു വോയിസ് ആണ് അദ്ദേഹത്തിന് വരുത്തേണ്ടതുണ്ട്. നേരത്തെ വിളിയം ഭാർഗവന്റെയും അതിനുശേഷം പിന്നെ നമ്മൾ ചന്ദ്രപ്പന്റെയും കാലത്ത് അങ്ങനെ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ലീഡർഷിപ്പ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നീട് ആദ്യകാലത്ത് കാനം രാജേന്ദ്രൻ അങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും പിന്നീട് കാനം രാജേന്ദ്രൻ എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് നമുക്ക് മുമ്പിൽ ഉണ്ട്. ആ പാരമ്പര്യമാണ് ഇപ്പോൾ തുടർന്ന് വരുന്നത്. കാനം രാജേന്ദ്രൻ നോമിനി എന്ന നിലയിലാണ് ബിനോയ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇമേജിൽ നിന്ന് യഥാർത്ഥത്തിൽ CPMന്റെയും പിണറായി വിജയന്റെയും പിന്നെ മുമ്പിൽ താണുകേട് നിൽക്കുന്ന ഒരു ലീഡർഷിപ്പാണ് CPIയുടേത് എന്ന പൊതുവിലുള്ള ഒരു ഇമേജിൽ നിന്ന് മാറാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണൂ. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ പാർട്ടി CPIക്ക് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള നിരവധി സന്ദർഭങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും അവരത് ചെയ്തിട്ടില്ലല്ലോ. അവരുടെ ലീഡർഷിപ്പിൽ തന്നെ, അവരുടെ ലീഡർഷിപ്പിലാണ് ഈ മരംവെട്ടും കച്ചവടമൊക്കെ നടന്നിട്ടുള്ളത്. അവരുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ചേർന്ന് നിർത്തിയിട്ടാണല്ലോ ആ നിയമം ആകെ മട്ടിമറിച്ച് പിന്നെ വയനാട്ടിലെ വരം വെട്ടി തെക്കോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുള്ളത്. അപ്പം അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തിരുത്തലിന് അവർ അന്ന് തയ്യാറായിട്ടില്ല, പിന്നീട് തയ്യാറായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ CPI ഒരു തിരുത്തൽ ശക്തിയായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും യഥാർത്ഥത്തിൽ പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഈ നയമാറ്റങ്ങൾ ഇത്തരം നമുക്കറിയാം, നേരത്തെ KK രാമൻ പറഞ്ഞതുപോലെ വെളിയം ഭാർഗവന് ശേഷം പിണറായി വിജയന് നേരെ സംസാരിക്കാൻ അല്ലെങ്കിൽ CPMന് നേരെ സംസാരിക്കാൻ, CPMനെ ചോദ്യം ചെയ്യാൻ ഒരു സംസ്ഥാന സെക്രട്ടറി CPIക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി KK രാമൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അവിടെ ഇങ്ങനെ ഇത്തരം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആദ്യകാലത്ത് അതെ ആദ്യകാലത്തുണ്ടായിരുന്നു. പക്ഷെ കാനത്തിന്റെ ഒക്കെ ശബ്ദം അത്രത്തോളം ശക്തമായിരുന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ ചേക്കുട്ടി, ഈ കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നു. ഈ കയ്യൂരിന്റെയും കരിവള്ളൂരിന്റെയും തില്ലങ്കേരുടെയും പാരമ്പര്യമുള്ള മണ്ണാണ്. അവിടെ സ്വർണം പൊട്ടിക്കുന്നതിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ പുറത്തുവരുന്ന ചെങ്കൊടിക്ക് അപമാനമാണ്. ഈ സമീപ ദിവസങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അത് ഏതു കേന്ദ്രങ്ങളിലേക്കാണ് ചെന്നെത്തുന്നത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേവലം ഈ പറഞ്ഞൊരു മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല, നമ്മൾ സമീപകാലത്ത് കണ്ട ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ, കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളെ രക്ഷിക്കാൻ നടത്തിയ ശിക്ഷാളി നടത്തിയ ശ്രമങ്ങൾ പോലും രാഷ്ട്രീയ കേരളം അത്ഭുതത്തോടുകൂടിയാണ് ഈ ഭരണ സംവിധാനത്തിന്റെ പിൻബലത്തിൽ ഇങ്ങനെ ചെയ്ത് നോക്കിക്കണ്ടത്. അങ്ങനെ നിരവധിയായ ആരോപണങ്ങൾക്കിടയിലാണ് മനം മടുത്ത ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇന്നലെയൊന്നുമല്ലല്ലോ കേരള രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത്. ബിനോയ് വിശ്വം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവന എടുത്തത്? എന്തുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് പാർട്ടിയിലെ പ്രശ്നങ്ങളുണ്ട്. ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം വളരെ ഓപ്പണല്ലേ ഇതെല്ലാം. ഗുണ്ടകളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളിയൊക്കെ നേരിടുന്നത്, ഈ കൊട്ടേഷൻ ഇതിന്റെ തന്നെ ഈ സ്വർണം പൊട്ടിക്കലിന്റെ വിഷയം തന്നെ ഇവിടെ രാമനാട്ടുകരയിൽ 5 പേരുടെ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്ന കൊലപാതകത്തിൽ അന്ന് സ്റ്റാർട്ട് ചെയ്താലല്ലേ ഈ അയങ്ങി പ്രശ്നവും മറ്റുമല്ല, തില്ലങ്കേരി പ്രശ്നവും ഒന്നും നിലയും തുടങ്ങിയല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പം പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു വെളിവുണ്ടായത്? അദ്ദേഹത്തിന്റെ പിന്നെ പ്രസ്താവനയുടെ ക്രെഡിബിലിറ്റി എനിക്ക് അത്ര ബോധ്യപ്പെടുന്നില്ല. കേരളീയ സമൂഹത്തിൽ ആർക്കെങ്കിലും അത് ബോധ്യപ്പെടുന്നുണ്ടാവും എനിക്ക് അറിയില്ല. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയുള്ള ഒരു പ്രതികരണമായിട്ട് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് വരെ CPI ഈ വിഷയത്തിൽ CPMനെ തിരുത്താൻ, സർക്കാരിനെ തിരുത്താൻ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല. അതാണ് കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയതിനു ശേഷം അതാണ് അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ബിനോയ് ഇപ്പൊ പറയുന്നതൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് ഞാനാണ് നേരത്തെ പറഞ്ഞത്. അത് തന്നെയാണ് എന്റെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ. അതാണ് അവരുടെ പ്രസ്താവനകൾക്ക് വലിയ വില കൊടുക്കാൻ കഴിയില്ല. ശരി, ശ്രീ റജി ലൂക്കോസ് കേൾക്കാമെന്ന് കരുതുന്നു.
താങ്കൾ എത്തിയോ? ഹലോ സജി ലൂക്കോസ്, ഇവിടെ ഒരു കെ രമ, താങ്കൾ വരുന്നതിന് മുമ്പ് കെ രമയാണ് സംസാരിച്ചത്. കെ രമ പറഞ്ഞത് ഒരു തിരുത്തൽ ശക്തിയായി ഒരു പക്ഷേ CPIക്ക് മാറാൻ കഴിഞ്ഞാൽ അത് LDF സംവിധാനത്തിന് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്നലെ പ്രസ്താവനയിലൂടെ ശക്തമായ ഭാഷയിൽ കണ്ണൂരിലെ വിഷയങ്ങൾ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു ബിനോയ് വിശ്വം. ഇന്ന് അതൊന്ന് മയപ്പെടുത്തെന്ന് വെച്ചാൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. പക്ഷേ അപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെങ്കൊടിക്ക് അപമാനകരമായ പല കാര്യങ്ങളും കണ്ണൂരിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അവിടുത്തെ പാരമ്പര്യം എടുത്തു കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ മാർക്സിസം, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷത്തിന് ജനവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന കാര്യം പറയുന്നുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നത് CPM-നെയാണ്. ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി അദ്ദേഹം പറയുമ്പോൾ എന്തിൻ്റെ സൂചനയാണത്? ന്യായീകരണ തൊഴിലാളികൾക്ക് ഒരുപാട് ഈ പരാജയത്തെ പോലും ആ തരത്തിൽ ന്യായീകരിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയായി അത് മാറുന്നില്ലേ? അല്ല, ഈ ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറഞ്ഞൊരു വിഭവമുണ്ട്, പല തൊഴിലെടുക്കുന്നവരുണ്ട്, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം LDF-ന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകകക്ഷിയാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ ചെങ്കൊടിക്ക് ഇണങ്ങാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടെങ്കിൽ തിരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞത്. CPI പിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെങ്കൊടിയാണ്. പക്ഷെ അത് CPM മാത്രമല്ല, മറ്റു ഒന്ന് രണ്ട് പാർട്ടികളോട് ചെങ്കൊടി കയ്യിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഏത് ചെങ്കൊടിയെ ഉദ്ദേശിച്ചാ പറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം LDF-ന്റെ പിന്നെ എന്താ പറയാ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. തീർച്ചയായിട്ടും അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി പോകുന്ന പാരമ്പര്യം മാത്രമുള്ള ഒരു പാർട്ടിയാണ് CPM. അത് രഞ്ജിത്തിനും അറിയാം, ഈ ചർച്ചപ്പെടുക്കുന്ന എല്ലാവർക്കും അറിയാം. CPM മാത്രമേ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാവുള്ളൂ. മറ്റൊരു കക്ഷി അതിന് തയ്യാറാകത്തില്ല. കോൺഗ്രസിനെ കുറിച്ച് നമുക്കറിയാം, സ്ഥിരം വിവിധങ്ങളായ തിരുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ജനമനസ്സ് മനസ്സിലാക്കാൻ ആ പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും തിരുത്തണമെന്ന ആവശ്യം ഉയർന്നു വരികയാണ്. അല്ല, ജനമനസ്സുകള് പിന്നെ മനസ്സിലാക്കാൻ CPM-ന് സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഭാഷ. ജനമനസ്സുകളെ തൊട്ടറിഞ്ഞുകൊണ്ട് ജനമനസ്സിന് അനുസൃതമായിട്ടുള്ള സേവപ്രവർത്തനങ്ങളും ആ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണല്ലോ കാലങ്ങളായിട്ട് ഈ പാർട്ടി അധികാരത്തിലിരുന്നു. പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായ വിവേകശാലികളായ രാഷ്ട്രീയ ബോധമുള്ള കേരളത്തിലെ ജനങ്ങള്. അപ്പൊ അതിനൊന്നും അർത്ഥമൊന്നുമില്ല. കുറെ ദിവസങ്ങളായിട്ട് തന്നെ 2019 ഒരു ആവർത്തനം 2024 സംഭവിച്ചപ്പോൾ ഞങ്ങളെ ഇങ്ങനെ തിരുത്താനായിട്ടും ഞങ്ങളെ നന്നാക്കാനുമായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് മാധ്യമങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ പതിവ് കാഴ്ചയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായിട്ട് പറഞ്ഞു, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും, ഇതുപോലൊരു പരാജയം സംഭവിക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾക്കൊരു വൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഞങ്ങൾ പരസ്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞു. അതനുസരിച്ച് 2 ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും 3 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും കൂടി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പരസ്യമായിട്ടൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. പിന്നെ എവിടെയാണ് നിങ്ങൾ തിരുത്താൻ പറയുന്നത്? തിരുത്താൻ പറയേണ്ടത് ഞങ്ങളോടല്ല പറയേണ്ടത്. തിരുത്താൻ പറയേണ്ടത് ശരിക്കുമാണ് കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടും BJP-യോടാ. ഇന്ത്യയിലെ ജനങ്ങൾ BJP എഴുതിത്തള്ളിയില്ലേ? 400 സീറ്റ് ഭൂരിപക്ഷം കിട്ടാതെ 350 ഞങ്ങളെ ആയിരിക്കും എന്ന് പറഞ്ഞു കൊടുത്ത് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ കണ്ട് പിന്നെ ജനങ്ങൾ എഴുതിത്തള്ളി ഒരു പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യാതെ കണ്ട് 1 or 2 അല്ലെങ്കിൽ ഞങ്ങള് കാര്യമായ രീതിയിലും ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തിയുള്ള പാർട്ടിയെന്ന് അവകാശപ്പെടാത്ത ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളോട് മാത്രം നിങ്ങൾ തിരുത്താൻ പറഞ്ഞത് എന്ത് രാഷ്ട്രീയ ലോജിക്കാണുള്ളത്? നിങ്ങളോട് മാത്രമല്ല സജി ലൂക്കോസ്, താങ്കൾ ഇടത് സഹയാത്രികനായതുകൊണ്ടും CPM സഹയാത്രികനായതുകൊണ്ടുമാണ് ആ ചോദ്യം താങ്കളോട് ചോദിക്കുന്നത്. BJP-യും കോൺഗ്രസും ഒക്കെ അവരുടെ പരാജയം നോക്കിക്കണ്ടവർ തിരുത്തട്ടെ. ഇവിടെ ഈ തിരുത്താൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവിടുത്തെ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമപ്രവർത്തകരൊന്നും അല്ല. 2-3 ദിവസമായി ഞങ്ങൾ ഈ പ്രധാന സമയത്ത് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു കേവലം മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പുറത്തു വന്ന വാർത്തയല്ല. നിങ്ങളുടെ മുൻ ജില്ലാ സെക്രട്ടറി DYFIയുടെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ട സ്ഫോടനാത്മകമായ ചില കാര്യങ്ങളാണ്. അതിന്മേലാണ് ചർച്ച. അതിൻ്റെ പിന്തുടർച്ചയായാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ വിഷയം പറയേണ്ടി വരുന്നത്. ശ്രീ റജു ലൂക്കോസ്, അത് ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമാണോ? മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കാര്യം മാത്രമാണോ? ഞങ്ങൾ വേട്ടയാടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ എന്തർത്ഥമാണുള്ളത് അതിൽ? അല്ല, ഞാൻ പറഞ്ഞു വന്ന മാധ്യമങ്ങളെ മാത്രമല്ല, മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഇല്ലാതായി ചെയ്യാനായിട്ടുള്ള കഠിന ശ്രമത്തിലും റിസർച്ചിലുമാണ് ചില മാധ്യമങ്ങൾ. അതല്ലെന്ന് രഞ്ജിത്ത് പറഞ്ഞാലും ഇത് കേൾക്കുന്ന പൊതുജനം വിശ്വസിക്കുന്നില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പറയുന്ന മനു തോമസ് എന്ന് പറയുന്ന മുൻ DYFIയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ മുൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, മുൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, യുവാവായ അയാൾ 15 മാസങ്ങൾക്കും ഈ പാർട്ടിയിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോയ ഒരാളാണ്. 15 മാസത്തിന് മുമ്പ് തന്നെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് സ്വയം പോയി.
പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതേ ഒരു മാധ്യമത്തിനെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ കേരളത്തിലെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും, രാഷ്ട്രീയ കൊടും CPI ശത്രുക്കൾ പോലും ഇതുവരെ പി ജയരാജൻ എന്ന് പറയുന്ന ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന സമാധാനനായ ഒരു നേതാവിനെ, ജീവിക്കുന്ന രക്തസാക്ഷി അദ്ദേഹത്തെ കുറിച്ച് സാമ്പത്തിക ആക്രമണങ്ങൾ അനുവദിക്കാനെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ തനിക്ക് വിലപേശി താൻ ഇനി അടുത്ത താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് താനൊരു പ്രാധാന്യമുള്ള വ്യക്തിയാണെന്നും അതിന്റെ ഗ്രാവിറ്റി, വിലപേശൽ ഗ്രാവിറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാടകമല്ലാണ്ട് അതിനപ്പുറം ഒന്നും പറയാനില്ല. അതൊരു മറുപടി പോലും അർഹിക്കാത്ത കാര്യങ്ങളാ. അങ്ങനെ എത്രയോ പേര് പോകുന്നു ഈ പാർട്ടിക്കകത്ത്. അനേകർ ഈ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ AP അബ്ദുള്ളക്കുട്ടി ഞങ്ങളുടെ 2 തവണ അദ്ദേഹം ലോക്സഭ മെമ്പറായിരുന്നു. അദ്ദേഹം അത് കോൺഗ്രസിൽ പോയി MLA ആയി. പിന്നീട് അദ്ദേഹം BJPയിലേക്ക് വന്നു. ഈ BJPയിലേക്ക് പോയി ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന AP അബ്ദുള്ളക്കുട്ടി ഈ മനു തോമസിനെ കണ്ട് സംസാരിച്ചിരിക്കുന്നു, ചർച്ച ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ടില്ല. BJPയിലേക്ക് പോയി അവിടെ വിലപേശൽ നടത്തി ഒരു വലിയ സ്ഥാനം കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ പാഴ്ശ്രമം എന്നല്ലാണ്ട് വേറൊന്നുമില്ല. പിന്നെ അദ്ദേഹം ഒരു പരാതി കൊടുത്തെന്ന് പറഞ്ഞു. അതിന് ആ പരാതിക്കുള്ള മറുപടി കൃത്യമായിട്ട് അദ്ദേഹത്തിന് നൽകിയെന്ന് വിശദമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതാരാ? ഈ അവിടുത്തെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് MP ജയരാജനാ. അപ്പൊ പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഏതോ ഒരു സംസ്ഥാനത്തെ ഉന്നത നേതാവ് പോയതിനേക്കാളും വലിയ രീതിയിൽ ഈ ചെറുപ്പക്കാരനെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ലക്ഷ്യം എന്താ? ഈ പാർട്ടിയിൽ നിന്നും സാധാരണ രീതിയിൽ കൊഴിഞ്ഞു പോയ ഒരാള് ആ പ്രാധാന്യം പോലും കൊടുക്കാതെ കണ്ട് നിങ്ങൾ അതിൽ അമിത പ്രാധാന്യത്തിലേക്ക് ചർച്ച ചെയ്യുന്നത് CPI നന്നാക്കാനാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരു ആരോപണങ്ങൾക്കും അടിസ്ഥാനമില്ല. അദ്ദേഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടി വിട്ടു പോകുമ്പോഴത്തേക്ക് പത്രസമ്മേളനം നടത്തി ഈ വിവരങ്ങൾ പറയണമായിരുന്നു. 15 മാസം 15 മാസം കാത്തിരുന്നു. ഈ കൊടുത്ത പരാതിക്ക് ആദ്യം ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു, പിന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ തനിക്കെതിരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ നേതാവ് ഉയർത്തിയപ്പോൾ മാത്രമാണ് ആ പാർട്ടിക്കാരൻ തുറന്നു പറയാൻ തയ്യാറായത് എന്നുകൂടി ഓർക്കണം സർ റെജി ലൂക്കോസ്. അങ്ങനെ അതങ്ങ് പറഞ്ഞ് കളയല്ലേ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീകുമാർ, ഇവിടെ നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ചയ്ക്ക് എടുത്തത് ബിനോയ് വിശ്വത്തിൻ്റെ, ഇന്ന് നമുക്ക് MM ഹസൻ ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസ്താവന ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ MM ഹസൻ ഒരു പ്രസ് റിലീസ് ഇറക്കി. CPIക്ക് CPM നേതൃത്വം നിൽക്കുന്ന ഒരു മുന്നണിയിൽ ഘടകകക്ഷിയായി എങ്ങനെ CPI ഇരിക്കും? നിങ്ങൾക്ക് സ്വാഗതം UDFിലേക്ക്, പക്ഷേ ചിരിച്ചുകൊണ്ട് ഞാൻ ആ ക്ഷണം തള്ളുകയാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ആലോചന തൽക്കാലമെങ്കിലും ഇല്ല. പക്ഷേ അപ്പോഴും പാർട്ടി കോൺഗ്രസ്, ഞങ്ങൾ അങ്ങനെ മാധ്യമ സമ്മേളനത്തിലോ 1-2 യോഗങ്ങളിലോ തീരുമാനിക്കുന്ന ഒരു കാര്യമല്ല, പാർട്ടി കോൺഗ്രസിലൊക്കെയാണ് ഇക്കാര്യം തീരുമാനമെടുക്കേണ്ടത് എന്ന് പറഞ്ഞൊരു സാധ്യത കൂടി തുറന്നിട്ടാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അത് പക്ഷേ വിദൂര സാധ്യത പോലുമില്ല. പക്ഷേ അപ്പോഴും ഈ LDFിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് CPMനെ തിരുത്താൻ CPIക്ക് സാധിക്കുമോ, അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കാനെങ്കിലും ആ സംവിധാനത്തിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. നോക്കൂ രഞ്ജിത്ത്, ഇന്ന് ശ്രീ ഹസൻ അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? ഉണ്ട് സർ, ഉണ്ട്. അതായത് ഹസൻ പറഞ്ഞത് LDF വിട്ട് CPI വരണമെന്നാണ്. CPI സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി C അച്യുതമേനോനാണെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞതാണ്. C അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് ആണ്. PK വാസുദേവൻ നായരെ മുഖ്യമന്ത്രിയാക്കിയത്. അപ്പൊ അതുകൊണ്ട് MM ഹസൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. കാരണം CPIയുടെ നല്ല കാലത്ത് കേരളത്തിൽ 2 മുഖ്യമന്ത്രിമാരുണ്ടായതും അതിൽ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി അച്യുതമേനോനാണെന്ന് ബിനോയ് വിശ്വം പറയാൻ ഇടയാക്കിയതും കോൺഗ്രസ് മുന്നണിയുടെ ഭരണകാലമാണ്. അതുകൊണ്ട് ഹസൻ അത് പറയാനുള്ള എല്ലാവിധ അധികാരവുമുണ്ട്. അത് നിഷേധിക്കുന്നത് LDF നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹം നിഷേധിക്കട്ടെ. പക്ഷെ ഞാനിവിടെ ബിനോയ് വിശ്വത്തെ അഭിനന്ദിക്കുകയാണ്. കാരണം വല്യേട്ടനെ തിരുത്താൻ അനുജൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള നിസ്സാര കാര്യമല്ല. കാരണം 2-3 വർഷം മുമ്പ് CPMന്റെ വാരികയായ ചിന്തയിലെ CPM നേതാവ് എഴുതിയത് CPM മാത്രം മതി, എന്തിനാണ് CPI? അതൊക്കെ വേറെ വിഷയം. രൂക്ഷമായ ഭാഷ എന്ന് വെച്ചാൽ കാലത്തിൻ്റെതായ ഭാഷയിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തില് സ്വർണം പൊട്ടിക്കൽ എന്നൊരു പദപ്രയോഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എങ്ങനെ വന്നു എന്നാണ് ബിനോയ് വിശ്വം ചോദിച്ചത്. അത് ചെങ്കൊടിക്ക് ചേർന്നതല്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ തിരുത്തു, നിങ്ങൾ ചെങ്കൊടി പിടിക്കാൻ അർഹരല്ല, ഞങ്ങളാണ് ചെങ്കൊടി പിടിക്കാൻ അർഹർ എന്നാണ് ബിനോയ് വിശ്വം ഭംഗ്യന്ത്രേണ പറഞ്ഞു വെക്കുന്നത്. അത് മനസ്സിലായില്ലേ രഞ്ജിത്തിന്? അവിടെയാണ് അതിന്റെ ഒരു എന്താണ് ഭംഗിവാക്ക് കിടക്കുന്ന അവിടെയാണ്. പിന്നെ ഇന്ന് CPMന്റെ ഇതുകൊണ്ട് എന്താ ഗുണം എന്നൊക്കെ ചോദിച്ചാല് തൽക്കാലം ഒന്നും സംഭവിക്കില്ല. കാരണം CPI എന്തു പറഞ്ഞാലും CPM അത് ഉൾക്കൊള്ളില്ല. പക്ഷേ വിമർശിക്കാൻ CPI വന്നു എന്നുള്ളത് നിസ്സാര കാര്യമല്ല.
കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് CPI ഇതുപോലെ രൂക്ഷമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. കാരണം സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ചേർക്കുന്നത് ചെങ്കൊടിക്ക് ചേർന്നതല്ല എന്ന് പറഞ്ഞാൽ പണ്ട് CPM-ന്റെ പ്രവർത്തകർ വിളിച്ചിട്ടുണ്ട് അച്യുതന് എതിരായിട്ട് വെക്കട, പിന്നെ ഞാൻ ആ പേര് ഞാൻ പറയുന്നില്ല, ചെങ്കൊടി താഴെ എന്നൊരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. അപ്പൊ അതിന് നല്ലൊരു പ്രതികരണമാണ് ഇന്ന് ബിനോയ് വിശ്വം കൊടുത്തത്. പിന്നെ ഇന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഒരു തീരുമാനം എടുത്തായിട്ട് വാർത്തകളിൽ ഞാൻ കണ്ടു. ശരിയാണെന്ന് എനിക്കറിയാൻ വയ്യ. അതായത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് CPM പ്രവർത്തിക്കണം, കാര്യങ്ങൾ പറയണം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു 5-6 മാസം മുമ്പ് നവകേരള സദസ് നടത്തുമ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു, ജനങ്ങൾ ഇങ്ങോട്ട് വരുന്നു, ജനങ്ങൾ സദസ്സിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് പറഞ്ഞത് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയനല്ലേ? അപ്പൊ അന്ന് എന്തുകൊണ്ടാണ് ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് തോന്നാതിരുന്നത്? അങ്ങനെ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് തോറ്റു കഴിഞ്ഞപ്പോഴാണോ തോന്നിയത്? അപ്പോൾ പിണറായി വിജയൻ അന്ന് ജനങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ്, ജനങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചു, ഈ നാട് ഞങ്ങൾക്കൊപ്പമാണ്, ഈ ജനങ്ങൾക്കെതിരാണ് UDF എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയും പറഞ്ഞിരിക്കുന്നു. അപ്പൊ സംഭവിക്കുന്ന എന്താണ്? ബിനോയ് വിശ്വം പറഞ്ഞത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്താ ബിനോയ് വിശ്വം പറഞ്ഞ? എന്താ തിരുത്തണം എന്നാ പറഞ്ഞത്? ആര് തിരുത്തണം? വല്യേട്ടൻ മനോഭാവമാണ്. കാലത്ത് 4 CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിച്ചു. അന്ന് ഗാനം പറഞ്ഞു അസാധാരണമായ സാഹചര്യത്തിലെ അസാധാരണമായ തീരുമാനം. ഇന്നൊരു അസാധാരണ സാഹചര്യം വന്നിരിക്കുന്നു. അങ്ങനെ അസാധാരണമായ പ്രതികരണമാണ് ബിനോയ് വിശ്വം നടത്തിയിരിക്കുന്നത്. അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാണ്ട് അദ്ദേഹം അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശം ഒന്നും പറഞ്ഞില്ല. അത് മാത്രമല്ല CPM അങ്ങനെ തിരുത്തുമ്പോൾ ഇവിടെ നമ്മുടെ കണ്ണൂരിലുള്ള മനു എന്നുള്ള ആ ഒരു സുഹൃത്തിന്റെ നമ്മുടെ പുറത്തേക്കുള്ള വരവും അദ്ദേഹത്തിന്റെ അഭിപ്രായം കൂടി കൂട്ടി വായിക്കണം. അവിടെയാണ് റെജി ലൂക്കോസ് മറുപടി പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ആളുകൾ ആ പാർട്ടി വിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അബ്ദുള്ള കുട്ടിയുടെ ഒക്കെ ഉദാഹരണം എടുത്തു കാണി പറയുകയായിരുന്നു. 2 തവണ MP ആയ ആളാണ് അബ്ദുള്ള കുട്ടി. അങ്ങനെ ഒരുപാട് പേർ പുറത്തു പോയിട്ടുണ്ട്, പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്, മറ്റുള്ള പാർട്ടികൾ ചേർന്നിട്ടുണ്ട്. അതൊന്നും ഒരു കാരണവശാലും ഈ സംവിധാനത്തെ ബാധിച്ചിട്ടില്ല. അതൊക്കെ ഞങ്ങൾ തിരുത്തി മുന്നോട്ട് പോകും. പല പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ജനങ്ങളെ ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകാനായിട്ടുണ്ട്. TP ചന്ദ്രശേഖരൻ വധമുണ്ടായിട്ട് പോലും അതിൽ പാർട്ടി പ്രതിക്കൂട്ടിലായിട്ട് പോലും 2 തവണ അധികാരത്തിൽ വന്ന പാർട്ടിയാണ് CPM എന്ന ആത്മവിശ്വാസം അവിടെയാണ് റെജി ലൂക്കോസിനെ പോലെയുള്ള ഇടത് സഹയാത്രികർക്ക്. അതായത് നമ്മളുടെ കാര്യം ആലോചിച്ച് നോക്കൂ. CPM-ൽ നിന്നും പുറത്തു പോയവർ, അവർ അബ്ദുള്ള കുട്ടിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റേ MV രാഘവനാണെങ്കിലും KR ഗൗരിയമ്മയാണെങ്കിലും അവരെപ്പോഴെങ്കിലും പറഞ്ഞോ CPM-ൽ ഇങ്ങനെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെന്ന് വല്ലതും പറഞ്ഞോ? അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളും ബദൽ രേഖകളും PS അച്യുതാനന്ദനുമായിട്ടുള്ള ഭിന്നതയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻനിർത്തി ആശയപരമായ ഭിന്നത തന്നെയുണ്ട്. KR ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാതിരുന്നൊരു പാർട്ടി ഒരു കാലത്തുണ്ടായിരുന്നല്ലോ. KR ഗൗരിയമ്മയും സുശീല ഗോപാലനൊക്കെ മുഖ്യമന്ത്രിയാകും എന്ന് പ്രതീക്ഷ നൽകിയ പാർട്ടി അവസാനം ആരെയാ മുഖ്യമന്ത്രിയാക്കിയത്? EK നായനാരെയല്ലേ? അപ്പൊ അതുകൊണ്ട് EMS നമ്പൂതിരിപ്പാടും EK നായനാരും ഒക്കെ മുഖ്യമന്ത്രിയായതിനു ശേഷം VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് KR ഗൗരിയമ്മയും സുശീല ഗോപാലനും ഒക്കെ ആകുമെന്നൊരു ഘട്ടം നമ്മൾ ധരിച്ചതല്ലേ? അപ്പൊ അന്നൊക്കെ ആ ഭിന്നതയുടെ പേരിൽ പുറത്തു പോയിട്ടുണ്ട്. ഇന്ന് മനു തോമസ് പറയുന്നത് വേറെ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ നമ്മൾ ഇതുവരെ കേൾക്കാത്തതാണ്. അതാണ് ബിനോയ് വിശ്വത്തിന്റെ ഭാഷ. അതാണ് സ്വർണം പൊട്ടിക്കൽ എന്നൊരു ഭാഷ, എന്നൊരു ആരോപണം CPM-മായി ചേർത്ത് വെക്കുന്നതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അവിടെയാണ് മനു തോമസ് പറഞ്ഞത്. അത് റെജി ലൂക്കോസ് പറഞ്ഞ മറ്റു കാര്യങ്ങൾ ശരിയാണ്. അബ്ദുള്ള കുട്ടി എങ്ങനെയാണ് പാർട്ടി വിട്ടത്? അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയി. അത് അദ്ദേഹത്തിൻ്റെതായ ഒരു നീക്കവും കാര്യങ്ങളൊന്നും. ഓക്കെ, അദ്ദേഹം ഇതുപോലത്തെ ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലത്തെ ആരോപണങ്ങൾ ഇപ്പോൾ വരുന്നു. മാത്രമല്ല മനു തോമസ് പാർട്ടി വിട്ടിട്ടില്ല. മനു തോമസ് ഇപ്പോഴും പറയുന്നത് ഞാനൊരു ഇടതുപക്ഷ ചിന്തകനാണ്, ഞാൻ പാർട്ടി വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, ഞാൻ 1 വർഷം മുമ്പ് കൊടുത്ത പരാതി 1 വർഷമായിട്ടും തീരുമാനമാകാതിരുന്നപ്പോൾ ഞാൻ എന്റെ അംഗത്വം പുതുക്കിയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തെ അവർ പുറത്താക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞ പരാതിയെ കുറിച്ച് അദ്ദേഹം പറയുന്നുള്ളൂ, അല്ലാണ്ട് അദ്ദേഹം ഏതെങ്കിലും നേതാവിനെ കുറിച്ചൊന്നും പേരെടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നീട് വ്യാഖ്യാനങ്ങൾ വരികയും ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തപ്പോഴാണല്ലോ പ്രശ്നം വന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ട് പാർട്ടി ഇതിലെ പ്രതിക്കൂട്ടിലായെന്ന് മാത്രമല്ല, ഈ പ്രതിക്കൂട് എന്ന് പറയുമ്പോൾ 2 ഭാഷയുണ്ട്. ഞാൻ പറയുന്ന പ്രതിക്കൂട് എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർക്ക് മുമ്പിലാണ് ഞാൻ പറയുന്നത്.
കാരണം പാർട്ടി പ്രവർത്തകർ ചോദിക്കുകയാണ് മൗനമാണോ ശരിയെന്ന്. ഇവിടെ ഇന്നലെ പി ജയരാജൻ എന്താ പറഞ്ഞത്? മൗനം വിദ്വാന് ഭൂഷണം. അതൊരു വലിയ പ്രതികരണമാണ്. നിങ്ങൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കൂ. മൗനം വിദ്വാന് ഭൂഷണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ വിദ്വാനാണ്, ഞാൻ ബുദ്ധിശാലിയാണ്, എന്റെ മൗനം എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടിക്കുള്ള ഒരു താക്കീതാണ് രഞ്ജിത്ത് രാമേന്ദ്ര. അല്ലാണ്ട് മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുമ്പോൾ അത് മൗനമായിട്ട് പോയി എന്നല്ല അതിന്റെ അർത്ഥം. ശരി, ശ്രീ എൻ പി ചേക്കുട്ടി, ഇവിടെ ഈ നേരത്തെ റജി ലൂക്കോസ് പറഞ്ഞത്, ഒപ്പം ഈ പ്രസ്ഥാനവുമായി ചേർന്ന് നിൽക്കുന്നവർ പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നേതാക്കൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് വ്യത്യാസമാണ് ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളിൽ പാർട്ടിക്ക് ആ മേഖലയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരുപാട് ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. CPM-മായി ബന്ധപ്പെട്ട് കൊലപാതകം, സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ പ്രവർത്തനം, അതുമായി ബന്ധപ്പെട്ട് ഗുണ്ടായിസം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പാർട്ടിയുടെ സഹയാത്രികനായിരുന്ന, പാർട്ടിയോട് ചേർന്ന് നിന്നിരുന്ന, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരാൾ പരസ്യമായി നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ്. അത് പ്രധാനപ്പെട്ട നേതാവിനെതിരെയും അദ്ദേഹത്തിൻ്റെ മകനെതിരെയും വരുന്ന വെളിപ്പെടുത്തലുകളാണ്. അത് കുറച്ചുകൂടി ഗൗരവം അർഹിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ ലൂക്കോസ് പറഞ്ഞതുപോലെ അതിനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റില്ല. കാരണം അങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ ആദ്യമായി ആയിരിക്കാം ഈ നേരത്തെ പറഞ്ഞ അബ്ദുള്ള കുട്ടിയും അങ്ങനെ നിരവധി ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഗൗരവതരമായ ആരോപണത്തിന് CPM-ന് മറുപടി പറയേണ്ടി വരുന്നത്. മറുപടി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഈ ആരോപണങ്ങൾക്ക് തെളിവില്ല എന്ന് മാത്രമാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞു വെച്ചത്. അതും മനു തോമസുമായി മയപ്പെടുത്തി. അപ്പോൾ മറ്റെന്തൊക്കെയോ പൊട്ടിത്തെറികൾ അവർ ഇനിയും ഉള്ള ദിവസങ്ങളിൽ സംഭവിക്കുമെന്ന് ഏതെങ്കിലും തരത്തിൽ ആലോചിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ എന്തു പ്രതിഫലനം ആ മേഖലയിൽ പാർട്ടിക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഈ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവർ, അത് ചിന്തിക്കുന്നവർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത്രയും ദിവസം ഈ ആരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് സ്ഥാനമാനങ്ങൾ തേടി പോകുന്ന ആളുകൾ, ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള ആളുകൾ, അങ്ങനെ പലരും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പോകുന്നതും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോട് യോജിച്ചെന്നുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ പാർട്ടിയോട് വ്യത്യസ്തമായിട്ടുള്ള തങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പ്രകടിപ്പിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒന്ന്, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാർട്ടിയെ വിട്ടുപോകുന്നതാണ്. അത് എന്തുകൊണ്ടാണ് പോകുന്നത് നാട്ടുകാർക്കും അറിയാം, പാർട്ടിക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെ ആ നിലയിൽ തള്ളിക്കളിയാ ചെയ്യാം. പക്ഷെ നേരെ മറിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അകത്ത് വരുന്ന നൈതികമായിട്ടുള്ള ശൈഥില്യങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള തെരുത്തെറ്റുകൾ, അതുപോലെ തന്നെ മോറലായിട്ടുള്ള മര്യാദകൾ പാലിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്ന സമയത്ത് അപ്പോഴൊക്കെ അവര് ശക്തമായിട്ട് പ്രതികരിക്കുമ്പോഴേ ആ പ്രതികരണത്തെ അതൊന്നും ഒരു വിഷയമേ അല്ല, ഞങ്ങളുടെ പാർട്ടിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവര് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് കാര്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പ്രതികരണങ്ങളെ ഗൗരവത്തോടുകൂടി എടുക്കുന്ന കൂട്ടർ. അതുകൊണ്ട് അതിന് അവർ പറയുന്ന പ്രക്രിയയ്ക്ക് പേര് വിമർശനം, സ്വയം വിമർശനം. വിമർശനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അവർ രാഷ്ട്രീയമായിട്ട് മറ്റുള്ള ആളുകൾ വിമർശിക്കും. പക്ഷെ സ്വയം വിമർശനം എന്ന് പറയുന്ന പ്രക്രിയയുണ്ട്. നമ്മുടെ പാർട്ടിക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിന്, നമ്മുടെ പ്രവർത്തകർക്ക് എവിടെയൊക്കെയാണ് ശൈഥില്യം വന്നത്, എവിടെയൊക്കെയാണ് തെറ്റുകൾ പറ്റിയിരുന്നത്, എവിടെയെല്ലാം പരാജയം ഉണ്ടായത്, അതിനെക്കുറിച്ചുള്ള ആത്മവിമർശനം പാർട്ടിയുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ഘടകമാണ്. അത് മനസ്സിലാക്കാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളാലും പലപ്പോഴും ഈ തരത്തിലുള്ള ആളുകൾ, സ്പോക്സ്മാൻ എന്ന് പറയുന്ന കൂട്ടറിൽ വരുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നില്ല അതെനിക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ. അവരുടെ പാർട്ടി പ്രവർത്തന രീതി എന്താ എനിക്കറിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് ആ ഒരു പ്രക്രിയയുണ്ട്. CPM-നകത്ത് മനു തോമസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിൽ നിങ്ങൾ നോക്കൂ, MV ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ആണ് ഏറ്റവും ഉത്തരവാദിത്വത്തോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആ പരാതി വന്നിരുന്നു, ആ പരാതി പരിശോധിച്ചു, ഞങ്ങൾക്ക് കാര്യമായിട്ട് അതിനകത്തൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അത് മാറ്റിവെച്ചു എന്നാണ്. എന്ന് വെച്ചാൽ മനു തോമസിനെ എതിരായിട്ട് വ്യക്തിഗതമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒരു ആരോപണം ഉന്നയിക്കുന്നില്ല. ആരോപണം വേറൊരാൾ പിന്നീട് ഉന്നയിക്കേണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ മനു തോമസ് അടക്കമുള്ള, മനു തോമസ് മാത്രമല്ല, കണ്ണൂരായാലും ശരി, കോഴിക്കോട്ടായാലും ശരി, മറ്റു പ്രദേശങ്ങളിലായാലും ശരി, പാർട്ടിയോട് ഒട്ടി നിൽക്കുന്ന, പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഒരു മഹാഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ ചോദ്യങ്ങളുടെ മനസ്സിലുണ്ട്. അവർ പാർട്ടി കമ്മിറ്റികളിലും പൊതുസമൂഹത്തിലും ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് പാർട്ടി ഔപചാരികമായി സ്വീകരിച്ചിട്ടുള്ളത്. ഇനി സംസ്ഥാന കമ്മിറ്റിയിൽ പരിശോധിക്കട്ടെ എന്ന് പറയേണ്ട അവർ മാറ്റിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിമർശനത്തെ, ഈ പ്രശ്നങ്ങളെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സജി ലൂക്കോസ്, അതാണ് ഈ നമുക്ക് എന്തൊക്കെ നമ്മൾ ന്യായീകരിച്ചാലും
2019 ഒരു അവസ്ഥയല്ല 2024 തെരഞ്ഞെടുപ്പിൽ CPM ഉണ്ടായത്. BJPയുടെ വലിയ വളർച്ച നമ്മൾ പലതവണ ചർച്ച ചെയ്തു. പല മേഖലകളിലും തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായ ലോക്സഭാ മണ്ഡലത്തിലായാലും ആലപ്പുഴയായാലും ഒക്കെയുള്ള വളർച്ച കണ്ടു. ഇന്നലെ നമുക്കറിയാം CPMന്റെ ആലപ്പുഴ ജില്ലാ യോഗത്തിലൊക്കെ വലിയ തോതിൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട നേതാക്കൾ ചേരിതിരിഞ്ഞ വാർത്തയൊക്കെ നമ്മൾ കണ്ട് വായിച്ച് പുറത്തിറങ്ങിയതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയാണ്. അങ്ങനെ തിരുത്തൽ എന്ന് പറയുമ്പോൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ, TP ചന്ദ്രശേഖരൻ വധം, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ ഘട്ടത്തിലും തിരുത്തി മുന്നേറാൻ കഴിയുന്ന ഒരു പാർട്ടിയും തലത്തിലേക്കാണോ? അതിലും കുറച്ചുകൂടി ഗൗരവതരമായ തരത്തിൽ കാര്യങ്ങൾ വരുന്നില്ലേ? ജനങ്ങൾക്കിടയിൽ ഈ പാർട്ടിയെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നില്ലേ? പൂർണ്ണമായും അതിനെ ലാഘവത്തോടെ തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പറഞ്ഞ് മറുപടി പറഞ്ഞ് അവസാനിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളിലാണോ ഇപ്പോൾ ഈ പാർട്ടി സംവിധാനം ചെന്നെത്തിയിരിക്കുന്നത്? CPMന്റെ നേതൃത്വരെയോ CPMന്റെ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഇതിനെ ഒന്നും നിസ്സാരമായിട്ട് കണ്ട് ഇന്നുവരെ എവിടെ പറഞ്ഞാട്ടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇനി രാഷ്ട്രീയത്തിൽ CPM താരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയും. അത് അവരുടെ പതിവ് ശൈലി. അവരിൽ നിന്ന് മാറത്തുമില്ല. അവരിൽ നിന്നും ഈ പാർട്ടിക്ക് ഒരു നീതി പ്രതീക്ഷിക്കുന്നില്ല. സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് ഞങ്ങൾ ഏറ്റ വൻ പരാജയത്തിന്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞെന്താ, ഞങ്ങൾ വൻ പരാജയമാണ് ഞങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത് പറഞ്ഞത്. അത് പറയാനുള്ള ധാർമ്മികത, അത് പറയാനുള്ള ആർജവം കാണിച്ച ഒരു സംസ്ഥാന സെക്രട്ടറി അല്ലേ? അദ്ദേഹത്തിന്റെ വോയിസ് ഈ പാർട്ടിയുടെ വോയിസ് അല്ലേ? ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി അന്ന് തന്നെ രാത്രിയിൽ ഫേസ്ബുക്കിൽ അദ്ദേഹം പ്രതികരിച്ചു. അത് ശ്രദ്ധയോടുകൂടി തന്നെ പരാജയം ഏറ്റുവാങ്ങുന്നത്, ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തിട്ട് വേണ്ട മാറ്റങ്ങൾ തിരുത്തൽ ആവശ്യമുണ്ടോ വരുത്താൻ പാർട്ടി തയ്യാറാവും, സർക്കാർ തയ്യാറാവുന്ന അദ്ദേഹം എടുത്തു പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഇതിനെയൊക്കെ നിസ്സാരമായിട്ട് കാണുന്നത് നിങ്ങൾ പറയുന്നത്? അത് നിങ്ങളുടെ ഭാഷയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ MV ജയരാജനെ കുറിച്ച് ഞാൻ തന്നെ ചർച്ചയിൽ ആദ്യം പറഞ്ഞത്, ബഹുമാനപ്പെട്ട സഖാവ് MV ജയരാജൻ പത്രസമ്മേളനം നടത്തി, അതിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി, അതായത് ഒരാഴ്ച മുമ്പ് പത്രസമ്മേളനം നടത്തി. അദ്ദേഹത്തെ മുഴുവൻ വിശദീകരിച്ചു, അതിനെക്കുറിച്ച് അന്വേഷിച്ചു. പിന്നെ യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറിനെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചതിനെ കുറിച്ച് അത് പരാതി ലഭിച്ചു എന്നും അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്നും ആ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തിയെന്നും ഇദ്ദേഹത്തിന് അത് മറുപടി കൊടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നെ ഈ പാർട്ടി ഇതൊന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല. നിങ്ങൾ പറയുന്നത് എങ്ങനെ? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചോളം CPM ജനങ്ങളോടൊപ്പം ചേർന്ന് ഇരിക്കുന്ന ഒരു പാർട്ടിയാണ്, ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വിമർശനങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടായാലും വിമർശനം ഉണ്ടാവും. ആ വിമർശനങ്ങളുടെ അസഹിഷ്ണുതയോടെ ഇന്ന് വരെ CPM കണ്ടിട്ടില്ല. വസ്തുതകൾ പറയുമ്പോൾ അങ്ങനെ ആ രീതിയിൽ വക്രീകരിച്ചൊന്നും മറുപടി പറയുന്നത് ശരിയല്ല. ഒരിക്കലും അങ്ങനെ ഈ പാർട്ടി കണ്ടിട്ടില്ല. എന്റെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ് ഒരു പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് അകന്നു, ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ബിഷപ്പ് പറഞ്ഞപ്പോൾ അന്ന് അദ്ദേഹത്തെ ഏത് ഭാഷയിൽ ഉപയോഗിച്ച് അസഹിഷ്ണുതയോടെ അതിനോട് അദ്ദേഹം മറുപടി പറഞ്ഞെന്നുള്ള നമ്മൾ കണ്ടതല്ലേ ശ്രീ റെജി ലൂക്കോസ്? അതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തല്ലോ. രണ്ട് വാക്കുകൾ ഇത് കേട്ടുള്ളൂ. ആ തിരുമേനി ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ്. ഞങ്ങൾ ഫോണിലൊക്കെ സംസാരിക്കാറുള്ളത് അദ്ദേഹം നിശ്ചിതമായ ഇടപെടലുകൾ. അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകൾ ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രളയം ഇനി വരത്തില്ല, ഇനി കിറ്റ് കൊടുക്കേണ്ട അവസരം ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ അതിന് വരണമോ എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നോർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളെ മുഴുവൻ ഈ പാർട്ടി എഴുതിത്തള്ളുകയോ അദ്ദേഹത്തിനോട് ആ രീതിയിലുള്ള സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പിന്നെ നിങ്ങൾ ഈ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഈ രീതിയിലുള്ള വിമർശനം ഉണ്ടായെന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകൾ കഴിഞ്ഞ് കുറെ ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയാണെന്നുണ്ട്, ഈ ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ വരെ കൂടുമ്പോൾ ഒരു വ്യക്തിക്ക് പോലും ഒരു വിവരവും പുറത്തു കൊടുക്കാറില്ല. അത് പാർട്ടിക്കുള്ളിൽ നിന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ്. ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ. അതൊക്കെ വെറുതെ ഈ സങ്കല്പത്തിന്റെ പേര് വരുന്നതാണ്. ഇന്ന് വരെ പാർട്ടിക്ക് പറയാനുള്ളത് അതാത് ഘടകങ്ങളിലെ സെക്രട്ടറിമാര് അത് പരസ്യമായിട്ട് മാധ്യമങ്ങളോട് പറയും, ജനങ്ങളോട് വിശദീകരിക്കും. അതല്ലാതെ കൊണ്ട് ബാക്കിയെല്ലാം ഭാവനയിൽ വരുന്നതാ. ഇന്ന് അതിന് കൃത്യമായ മറുപടി ബഹുമാനപ്പെട്ട MP രാജേഷ് മന്ത്രി മറ്റൊരു ചാനലിൽ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്. പിന്നെ വിമർശനങ്ങൾ കഠിനമാകുമ്പോൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ MM ബസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കിനെ കുറിച്ച് ഇവിടെ രഞ്ജിത്ത് ശ്രീകുമാർ സാറിനോട് ചോദിച്ചു, സാർ മറുപടിയും പറഞ്ഞു. ഈ MM ബസിനെ കുറിച്ച് പറയട്ടെ, ഞാനത് പറയാൻ ആഗ്രഹിച്ചില്ല. പണ്ട് VD സതീശൻ എന്താ പറഞ്ഞേ അദ്ദേഹത്തെ കുറിച്ച്? ദേശാടന പക്ഷി എന്താ വിളിച്ചത്? ദേശാടന പക്ഷി. ഇപ്പൊ ചെറുകൊടിഞ്ഞിരിക്കുന്നു. 2026 അധികാരത്തിൽ വന്നില്ല എങ്കിൽ ആ ഘടക, അതായത് ഈ UDF പ്രസ്ഥാനം തന്നെ പിരിച്ചുവിടേണ്ട ഒരു സ്വയം പിരിഞ്ഞുകൊണ്ടതായിരുന്നില്ല. അപ്പോൾ അധികാരം കൊതിക്കുന്ന അവര് CPI വിളിക്കും, വേണ്ടി വന്ന അവർ നാളെ CPM-നെ വിളിക്കും. അതിനൊന്നും അവർക്കൊരു നാണമില്ല. പക്ഷേ ബിനോയ് വിശ്വം കൊടുത്ത മറുപടിയാണ് ക്ലാസിക്. അദ്ദേഹം അതിനെ ചിരിച്ചുകൊണ്ട് തള്ളി. നിസ്സാരനായ ഒരു വ്യക്തി പറയുന്ന പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം തള്ളി. അദ്ദേഹത്തിന് നിസ്സാരനെ കണ്ടോണ്ടല്ലേ ഈ പറയുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബിനോയ് വിശ്വത്തിന്റെ വാക്കാണ് ഇപ്പൊ ഈ ചർച്ചകളിലെല്ലാം ചാനലുകളെല്ലാം എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്.
ഗോവിന്ദ മാഷാരി അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതെന്താ പറയാത്ത? അദ്ദേഹം ആരെയും വ്യക്തിപരമായിട്ടല്ല പറഞ്ഞേ. അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾ പരിശോധിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഗോവിന്ദ മാഷ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കണ്ട് സമന്വയ നേതാക്കന്മാരും മാധ്യമങ്ങൾ ഉയർത്തുന്ന വിഷയങ്ങളെ മുമ്പിൽ കണ്ണടക്കുന്നതിന് പാർട്ടിയല്ലത്. ഇപ്പുറത്ത് നിങ്ങൾ നോക്കൂ, ഇപ്പൊ കോൺഗ്രസിൽ എവിടെയെല്ലാം അടി നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കരുവന്നൂർ വിഷയം എത്ര നാളുകളായി ചർച്ച ചെയ്യുന്നുണ്ട്? ഇന്നലെ തിരുവനന്തപുരത്ത്, രഞ്ജിത്തിരിക്കുന്ന തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സിറ്റിക്ക് തൊട്ടടുത്ത് തന്നെ ചെമ്പഴന്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് കോൺഗ്രസിന്റെ ഒരു സമന്വയ നേതാവിന്റെ പ്രസിഡന്റായിട്ടുള്ള കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ 6 മാസമായിട്ട് 2.5 ലക്ഷം രൂപ ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരൻ അവന്റെ വീടിന്റെ ആവശ്യമായിട്ട് പിൻവലിക്കാൻ ചെന്നിട്ട് അയാളെ ഇറക്കി വിട്ടു. ശ്രീ റെജി ലൂക്കോസ് ജനത്തിന്റെ പണം കൊണ്ട്, പാർട്ടിക്കാരുടെ പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത CPM-ന്റെ പുറത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഇരിക്കുന്ന സ്ഥലം ഇപ്പോൾ ആരുടെ അധീനതയിലാണെന്ന് അറിയാമോ? ആ കേസ് താങ്കൾക്ക് അറിയാമല്ലോ. അത് നമ്മൾ ഒന്നും ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എത്ര അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചതെന്ന് അറിയാമോ? പാർട്ടി പ്രതിയാണ് ആ കേസിൽ എന്നുള്ളത് അറിയാമോ? വ്യാജ വാർത്തയാണോ? അല്ലത് കേൾക്കും, ഞാനത് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഞാൻ അത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി തന്നെ മനപ്പുറട്ടെ. 2 ദിവസമായിട്ട് അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് പറഞ്ഞത് വലിയ നുണയാ. 29 കോടി രൂപ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ പേരിലുള്ള പാർട്ടി ഫണ്ട് മരവിപ്പിച്ചു. ഇല്ല, അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ വരുത്താൻ 29 കോടി രൂപ എന്ന് പറയുന്നത് 75-76 ലക്ഷം രൂപ മാത്രമാണ് ആ അക്കൗണ്ടിൽ ഉള്ളത് എന്നാണ്. അത് പാർട്ടി സെക്രട്ടറിയുടെ പേരിൽ വാങ്ങിയ അക്കൗണ്ടാണത്. ബാക്കി പണം എവിടെയൊക്കെയാണ്, ആരുടെയൊക്കെ പേരിലാണ്, കൊച്ചിയിലെ ഒരു വ്യവസായിയുടെ കാര്യമൊക്കെ നമ്മൾ വായിച്ചതാണ്. കൃത്യമായ കണക്ക് വേണമെങ്കിൽ എനിക്ക് സമയം ഞാൻ തരാം, താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരാം. പ്ലീസ് ലെറ്റ് മീ കണ്ടിന്യൂ. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ഒരു ചാനൽ ചർച്ച പങ്കെടുത്ത ആളാ. അവസാനം വന്നപ്പോഴെന്താ ഇതൊക്കെ 73 ലക്ഷം രൂപയുടെ വസ്തുക്കൾ CPM-ന്റെ അവർ കണ്ടുകെട്ടി. അവര് ഞങ്ങളുടെ 70 ലക്ഷം മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന് പങ്കെടുക്കാൻ പോലും വിലക്ക് ഏർപ്പെടുത്തിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് അവരുടെ 250 കോടി രൂപ മരവിപ്പിച്ചു. ഞങ്ങളുടെ 29 കോടി രൂപ 19 കോടി രൂപ മരവിപ്പിച്ചു. എന്തിനാ? ഏതെങ്കിലും ഒരു ഏകാധിപത്യ രാജ്യത്ത് പോലും നടന്നിട്ടുണ്ടോ? അപ്പൊ അവർ ആദ്യമല്ലേ ചെയ്തിരിക്കുന്നത്. അവർ ചെയ്യും. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലിട്ടില്ലേ? ഹേമന്ത് സോറന് മിനിഞ്ഞാന്ന് ജാമ്യം കിട്ടിയപ്പോ കോടതി എന്താ പറഞ്ഞത്? ED വാദിച്ചപ്പോൾ നിങ്ങൾ എവിടാ തെളിവ്, കുറെ നാളായിട്ടില്ല, ഒരു തെളിവ് ഹാജരാക്കിയില്ലെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ലേ? അതൊക്കെ ഈ നാട്ടിൽ വേട്ടയാടുന്ന എന്തെല്ലാം സംഭവങ്ങൾ ശ്രീമാൻ സാറിന് നിശ്ചയിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട ചേക്കുട്ടി സാറിന് നിശ്ചയിക്കാൻ പറ്റുമോ? അതിനാണ് 29 കോടി രൂപ ഈ പറയുന്ന എം വർഗീസിന്റെ പേരിലുള്ള പാർട്ടി ഫണ്ട് കണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ന്യൂസ് ആയിട്ട് ചർച്ച ചെയ്തില്ലായിരിക്കും. ഞാനിന്നൊരു ചർച്ച പങ്കെടുത്താം. ശരി, അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കള്ളക്കഥകൾ മാത്രം ഇനിയും കള്ളപ്രചരണങ്ങളാണ് എല്ലാം. ഇനിയിപ്പോ ഈ ഇത്രയും അധികം വിഷയങ്ങളും നമുക്കറിയാം. ഈ മോദിയുടെ ED വേട്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ വിഷയത്തിൽ CPM ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അക്കൗണ്ടുകൾ പോലും മരവിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ എത്തുകയാണ്. കോടതിയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, നമുക്ക് സാധിക്കും. ഒപ്പം ഈ കമ്മിറ്റികളിൽ, താഴെത്തട്ടുള്ള കമ്മിറ്റികളിൽ നടക്കുന്ന വിമർശനങ്ങൾ പോലും മാധ്യമ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ശ്രീ ലൂക്കോസ്. ഒരിക്കലുമല്ല. അത് അതായത് മാധ്യമ സൃഷ്ടി എന്നുള്ളത് അത് CPM-ന്റെ ഒരു നയമാണ്. കാരണം അവര് പിണറായി വിജയന്റെ കാലത്ത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞു കൊണ്ടുവരികയും മാധ്യമങ്ങളെ ആക്ഷേപിക്കുക എന്നുള്ളത് ഒരു നയമാക്കി CPM മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് ഗോവിന്ദ മാഷ് തുടരുന്നുണ്ട്. എല്ലാവരും DYFIക്കാരും അത് തന്നെയാണ് എടുത്ത് പറയുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ഭാഷയിലെങ്കിലും ഇവർ അവർക്ക് ഉത്തരം കൊടുക്കണ്ടേ? ഇന്നിപ്പോ നോക്കൂ, മന്ത്രി മുഹമ്മദ് റിയാസ് എന്താ പറഞ്ഞത്? ഇതൊന്നുമില്ല, CPM-നെ ഒന്നും ബാധിച്ചിട്ടില്ല, അടച്ചിട്ട മുറിയിൽ നടക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ അറിയുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. മുഹമ്മദ് റിയാസ് മന്ത്രി അവിടെ തന്നെയാണ് ഇവിടെ നമ്മുടെ ഈ നേതാക്കൾ തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ ഈ പ്രവർത്തകർ എന്താണ് വിശ്വസിക്കേണ്ടത്? CPM-ൽ ഒരു പ്രശ്നവുമില്ല എന്നൊരു മന്ത്രി പറയുകയാണ്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറയണം. ഇപ്പൊ കരുവന്നൂർ വിഷയം, ആ സബ്ജക്റ്റ് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി എന്നാണല്ലോ വാർത്തകൾ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പാർട്ടി എങ്ങനെ ഒരു ബാങ്ക്, ഒരു സഹകരണ ബാങ്കിലെ ഇടപാടുമായിട്ട് നിക്ഷേപകരുടെ പണമെടുത്ത് ചെലവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തുണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് വിസ്തരിച്ച് കാര്യങ്ങൾ പാർട്ടി പറയേണ്ടത്. എന്നിട്ട് അവിടെ ഞങ്ങൾക്ക് തെറ്റുപറ്റിയില്ല, പാർട്ടിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ നിരന്തരം പറഞ്ഞ പ്രവർത്തകർ വിശ്വസിക്കില്ല. ഇവർക്ക് പറ്റിയത് ഇപ്പോൾ അതാണ്. കാരണം ഇവർ പറഞ്ഞത് പ്രവർത്തകർ വിശ്വസിക്കുന്നില്ല. ഇന്നോ ഇന്നലെയോ CPM-ന്റെ മുഖപത്രത്തിന്റെ 1-ാം പേജിൽ 2 വാർത്തയുണ്ട്. ഒന്ന്, നമ്മളുടെ എന്താണ് കരുവന്നൂർ വിഷയത്തില് ED വേട്ട, അന്നാണ് ഗോവിന്ദ മാഷ്.
തൊട്ട അതേ പേജിൽ തന്നെ മറ്റൊരു വലിയ വാർത്ത, വിദ്യാഭ്യാസ വേട്ട. ഇവരെ മാത്രമേ വേട്ടയാടുന്നുള്ളൂ. എന്ത് വേട്ടയാട ഗവൺമെന്റിന് എന്ത് പറഞ്ഞാലും വേട്ട. ആര് വേട്ടയാടുന്നു? ഇവരുടെ ആളുകളുടെ എല്ലാം തുറന്നു പറയുന്നത്. ഒരാളും വേട്ടയാടുന്നില്ല. ഇപ്പൊ മാധ്യമ പ്രവർത്തകർ വേട്ടയാടി. ഇന്നിപ്പോ നോക്കൂ, കണ്ണൂരിൽ നിന്നും ഒരു CPM-ന്റെ പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് കേട്ടു. ഈ നമ്മുടെ മനു തോമസ് ഉന്നയിച്ച ആരോപണത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് തന്നെ കണക്കാക്കാം. അതെങ്ങനെയാ സംഭവിച്ചത്? ഇന്ന് സംഭവിച്ചതാണ്. മാധ്യമങ്ങളെല്ലാം പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്കറിയില്ല. മാധ്യമങ്ങൾ പറഞ്ഞു ആ പ്രവർത്തകനെ പുറത്താക്കിയെന്ന് പറഞ്ഞു. എന്നിട്ടും പറയുന്നത് CPM-ന് പ്രശ്നമില്ലെന്നാണ്. അപ്പൊ ഇവരുടെ പ്രവർത്തകർ ശ്രീ റെജി ലൂക്കോസ് ന്യായീകരിക്കുന്നുള്ള വളരെ ശക്തമായി ന്യായീകരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയില്ല. പക്ഷെ ശ്രീ റെജി ലൂക്കോസ് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബിനോയ് വിശ്വം അടക്കം പറഞ്ഞിരിക്കുന്നു. അതായത് ഗതികെട്ടു CPI. ഇന്നേ വരെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ CPI പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ നമ്മുടെ രഞ്ജിത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. CPI ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാലും അവരൊരു കാര്യം പറഞ്ഞാലേ അവരുടെ ആത്മാർത്ഥത വ്യക്തമാവുള്ളൂ. എന്താണ് ആ കാര്യം? എന്താണ്? LDF-ന്റെ യോഗം ചേർന്ന് അവർ നേതൃമാറ്റം ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ? മുൻപ് മുഖ്യമന്ത്രി K. കരുണാകരന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചപ്പോൾ UDF-ന്റെ ഘടകകക്ഷികൾ പറഞ്ഞു ലീഡർ ശൈലി മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ലീഡർ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എനിക്ക് ഈ വയസ്സുകാലത്തിന് എന്ത് ശൈലി എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. പക്ഷെ നേതൃമാറ്റം ആവശ്യപ്പെട്ടു. ആരൊക്കെ ആവശ്യപ്പെട്ടു? ഘടകകക്ഷികൾ മാത്രമല്ല, കോൺഗ്രസിലെ ഒരു വിഭാഗവും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് കോൺഗ്രസ് നന്നായി എന്ന് വെച്ചാൽ ലീഡറുടെ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് നന്നായി എന്നുള്ളതല്ല, അവിടെ ആഭ്യന്തര ജനാധിപത്യം ഉണ്ടെന്ന് വന്നു. ഇതേ കാര്യം തന്നെ അന്ന് ലീഡർ അതിനെ എതിർത്തെങ്കിലും നേതൃമാറ്റം ആവശ്യപ്പെട്ടു. പുതിയ നേതാക്കൾ വന്നു, ആന്റണി വന്നു, ഉമ്മൻചാണ്ടി വന്നു. എന്നിടയ്ക്ക് ലീഡർ കേന്ദ്രത്തിലേക്ക് പോയി. പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ലോ. ലീഡർ പാർട്ടി വിട്ടുപോയെങ്കിൽ തിരിച്ചു വന്നു. എന്താണ് ഇപ്പൊ കോൺഗ്രസിനുള്ളത്? കോൺഗ്രസ് അല്ലേ ഇന്ന് കേരളത്തിലെ ഈ 20 മണ്ഡലങ്ങളിലെ 18 മണ്ഡലങ്ങളിലും ജയിച്ചു നിൽക്കുന്നത് അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞ പാർട്ടിക്ക് ഒരിക്കലും വിമർശനം കൊണ്ട് ദോഷം ഉണ്ടാകില്ല. നേതൃമാറ്റം ബിനോയ് വിശ്വം ആവശ്യപ്പെടാത്രത്തോളം കാലം അദ്ദേഹം ഈ പറയുന്നത് വെറും ഒരു വാചകമടി എന്ന് കണക്കാക്കാം. പക്ഷെ അപ്പോഴും ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത്, ഇത് പറഞ്ഞല്ലോ അദ്ദേഹം, പൂച്ചക്കാര് മണി കെട്ടുമെന്നൊരു ചോദ്യം ഇടതു മുന്നണിയിൽ ഉണ്ടായിരുന്നു. ആ മണി കെട്ടിയിരിക്കുന്നു. ഇനി നിങ്ങൾ ചേക്കുടി സാർ പറഞ്ഞ ആ ശബ്ദം അത് അങ്ങനെ നിൽക്കും, അതൊരു വലിയ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ശ്രീ അവസാനിപ്പിച്ചോട്ടെ. RJD ആദ്യം പറഞ്ഞു. അതിനുശേഷം ജനതാദൾ ലിസ്റ്റിന്റെ കാര്യം എവിടെ എത്തിയില്ലല്ലോ. ഇപ്പോഴും BJP-യുടെ കർണാടകത്തിൽ BJP, കേരളത്തിൽ LDF അവിടെ നിൽക്കല്ലേ. RJD മാത്രമല്ല INL-ന്റെ അഭിപ്രായം എന്താണ്? മന്ത്രി അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹം ഇപ്പൊ മന്ത്രിയല്ല, മിനിങ്ങാന്ന് അഹമ്മദ് ദേവർകോവിൽ നിയമസഭയിൽ എന്താണ് പറഞ്ഞ മലപ്പുറത്തെ +2 സീറ്റ് കുറവിനെ കുറിച്ച് സത്യസന്ധമായ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ നേതൃമാറ്റം ആവശ്യപ്പെട്ടാലേ മുന്നണി നന്നാവുകയുള്ളൂ. മുന്നണി നന്നാകണമെങ്കിൽ അവർക്ക് നന്നാകാം. അപ്പോഴും CPM നേതാക്കൾ വിശ്വാസത്തിലെടുക്കേണ്ട പ്രവർത്തകരെയാണ്. ദയവായിട്ട് പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ പാർട്ടിയെ കൊണ്ട് എത്തിച്ച നേതാക്കളുടെ പ്രസ്താവനകൾ നിരന്തരം വായിക്കുന്ന ഒരു പ്രവർത്തകൻ എങ്ങനെ ചിന്തിക്കും? അതാണ് ഇവിടെ കരണീയമായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കാണുന്നത്. ശ്രീ NP ചേക്കുട്ടി, ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ CPI-യുടെ വാദങ്ങൾക്ക് എത്രത്തോളം പ്രസക്തിയുണ്ട് LDF സംവിധാനത്തിൽ എന്നുള്ളത് നമുക്കറിയാം. കാരണം 4 സീറ്റുകളും നല്ല മനോഹരമായി തോറ്റ ഒരു പാർട്ടിയാണ് CPI. അവർ മത്സരിച്ച 4 സീറ്റുകളിലും വലിയ പരാജയം ഏർപ്പെട്ടു. ഇന്നിപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ ജനങ്ങളെ കേൾക്കണം എന്നുള്ളതാണ്. ജനങ്ങളെ കേൾക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സാമുദായിക സംഘടനകൾ CPM-നെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ട് പാർട്ടിയിൽ നിന്ന് ചോർന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ പാർട്ടിക്ക് തിരിച്ചു വരാനാകുമെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നു. സംസ്ഥാനത്ത് നേതൃയോഗങ്ങൾ ചേരും, കേന്ദ്ര നേതാക്കൾ പങ്കെടുക്കും, തിരുത്തലിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി കേന്ദ്ര നേതൃത്വത്തിന് തയ്യാറാക്കി നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് ഈ ഭരണവിരുദ്ധ വികാരം എങ്ങനെ ഉണ്ടായി എന്ന് പഠിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഉണ്ട്. ഇതൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. എന്തുകൊണ്ട് തോറ്റു എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാതെ പോകുന്ന ഒരു പാർട്ടി സംവിധാനമായി അത് മാറുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, കേന്ദ്ര കമ്മിറ്റിയിൽ കേരളത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടേതായിട്ട് അവർ അവതരിപ്പിച്ച രേഖ,
അതായത് സാമുദായിക ശക്തികൾ ഞങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞു, അതുകൊണ്ട് ഇത്തവണ കേരളത്തിൽ പരാജയം ഉണ്ടായി. അതിന് പ്രധാനമായിട്ട് ഈഴവ സമുദായത്തെയും മലബാറിലെ തീയ സമുദായത്തെയും ഒരു പരിധിവരെ മുസ്ലിങ്ങളുടെയും മുസ്ലിം ലീഗിന്റെയൊക്കെ മുഖം വികൃതമായിട്ടാണ് മുഖ്യമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ സമുദായങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങളനുസരിച്ച് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സാമുദായ നേതാക്കളോ സമുദായ ശക്തികളോ ആണോ ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെയും താല്പര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? ഏതെങ്കിലും ഒരു മൊല്ലാക്ക വന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം വോട്ടും പിന്നെ LDF യോ UDF കൊണ്ടുപോയി ചെയ്യോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായ നേതാവ് വെള്ളപ്പള്ളിയോ പിന്നെ വേറെ ഏതെങ്കിലും ഒരാളോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈഴവരും തീയരുമായിട്ടുള്ള സമുദായങ്ങളൊക്കെ ഇങ്ങനെ ഒരു പാർട്ടിക്ക് അങ്ങനെ വോട്ട്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് CPM-ന്റെ വിശകലന രീതിയിൽ തന്നെ തെറ്റുപറ്റി എന്നുള്ളതാണ്. അത് കേന്ദ്ര കമ്മിറ്റിക്ക് ബോധ്യമായി. എന്തുകൊണ്ട്? CPM-ന്റെ എല്ലാ കാലത്തെയും അടിസ്ഥാനപരമായിട്ടുള്ള ഈ വിശകലന സ്വഭാവത്തിന് ഡയലക്ടിക്കൽ മെറ്റീരിയലിസ്റ്റ് വ്യാഖ്യാനം എന്നാ പറയുക. ഡയലക്ടിക്സിന്റെ അടിസ്ഥാനത്തിൽ, വൈരുദ്ധ്യാത്മകതയുടെ അടിസ്ഥാനത്തിൽ, സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാർട്ടി കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അതിന് പകരം സമുദായ നേതാക്കളിലേക്ക് കുറ്റം ചാരി കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ബൂർഷ്വാ പാർട്ടികളുടെ ഒരു വിശകലന രീതിയാണ്, കമ്മ്യൂണിസ്റ്റ് രീതിയല്ല. അതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി പറഞ്ഞത് നിങ്ങളുടെ വിശകലനം, നിങ്ങളുടെ പരാജയ ഒരു ഭാഗത്ത് എന്തുകൊണ്ട് പരാജയം സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശകലനവും തെറ്റ്, കാരണം നിങ്ങളുടെ മാർക്സിസ്റ്റ് രീതിയല്ല. അപ്പൊ അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയുടെ സഹായത്തോടുകൂടി എന്താണ് തെറ്റിന് കാരണങ്ങൾ, എവിടെയാണ് തെറ്റ് പറ്റിയത്, എങ്ങനെ തിരുത്തണം എന്നതിന് കേന്ദ്ര ലീഡർഷിപ്പിന്റെ സഹായത്തോടുകൂടി മാത്രമേ കേരളത്തിൽ ലീഡർഷിപ്പ് ചെയ്യാൻ കഴിയൂ എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം ഇവിടെ അടിസ്ഥാനപരമായിട്ട് മാർക്സിസ്റ്റ് പാരമ്പര്യങ്ങളെക്കുറിച്ചോ മാർക്സിസ്റ്റ് രീതിയെക്കുറിച്ചോ മാർക്സിസം ലെനിനിസത്തെക്കുറിച്ചോ അറിഞ്ഞുകൂടാത്ത കുറെ ആളുകളാണ് ഇപ്പൊ ലീഡർഷിപ്പിലുള്ളത് കേന്ദ്ര കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ തിരുത്തലിന് കേന്ദ്ര കമ്മിറ്റി കൂടി വരുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തിരുത്തൽ ശരിയാകുമോ, തിരുത്തൽ നടക്കുവാൻ, കാരണം ഏത് തിരുത്തലും കേന്ദ്ര കമ്മിറ്റി എത്ര ശരിയായ പാത നിശ്ചയിച്ചാലും അത് താഴേക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ജനങ്ങളിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ലീഡർഷിപ്പാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധി വളരെ രൂക്ഷമാണ്, വ്യക്തിഗതമായിട്ടുള്ള താല്പര്യവും സംഘർഷങ്ങളുമാണ് ഇന്ന് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പത്തിൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് രക്ഷ നേടാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, ജനങ്ങളെ കേൾക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി. കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി കഴിഞ്ഞു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ആ സുപ്രധാനമായ തീരുമാനമുണ്ട്. അങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു നടപടികളിലേക്ക്, തിരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വളരെ വേഗം മുന്നോട്ട് പോവുകയാണോ? അല്ല, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ടുള്ള യാതൊരു അവകാശവും എനിക്കില്ല. എങ്കിലും അതിന്റെ ഒരു തുടക്കം കുറിച്ചെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പാർട്ടി മെമ്പർ എന്നുള്ള നിലയ്ക്ക്. ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, പിന്നെ മുകളിലേക്കുള്ള ഘടകങ്ങളെല്ലാം ഉടനെ തന്നെ കൂടി എന്താണ് ഈ പരാജയത്തിന്റെ കാരണമെന്നും അത് ജനങ്ങളോടൊപ്പം ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടതിനെ കുറിച്ചുള്ള വിശദമായ പഠനങ്ങളും വിശകലനങ്ങളും നടത്തി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. തീർച്ചയായിട്ടും അതൊക്കെ ഈ CPM-ൽ മാത്രം നടക്കുന്നതാണ്. CPM ഒരിക്കലും ഒരു ഏകപക്ഷീയമായ രീതിയിലുള്ള ഒരു നിലപാടൊന്നും എടുക്കത്തില്ല. കാരണം എവിടെ ഏത് രീതിയിൽ ഇപ്പൊ ഏതെങ്കിലും, ഇപ്പൊ നേരത്തെ ചേക്കുട്ടി പറഞ്ഞ ഒരു കാര്യം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും സമുദായ നേതാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ സമുദായത്തിന്റെ ഉന്നതങ്ങൾ നിൽക്കുന്ന പറഞ്ഞതനുസരിച്ചൊക്കെ ആട്ടിനും പറ്റങ്ങളെ വോട്ട് ചെയ്യേണ്ട സമൂഹം എന്നല്ല കേരളം. കേരളത്തിന്റെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ തുറന്ന് ചിന്തിക്കുന്ന ഒരു സംഭവമാണ് കേരളം. അല്ല, പക്ഷേ ആലപ്പുഴയിലെ വെള്ളാപ്പള്ളിയുടെ നിലപാട്, പരസ്യമായ നിലപാട് ആ പാർട്ടിയെ പൊള്ളിക്കുന്നുണ്ട് ആലപ്പുഴയിലെങ്കിലും. ശ്രീ റെജി ലൂക്കോസ്, അത് സുധാകരനെ പോലെ മുതിർന്ന നേതാവ് തുറന്നു പറഞ്ഞു. ഇന്നലെ നടന്ന ജില്ലാ യോഗത്തിലൊക്കെ അത് വലിയ ചർച്ചയായി. അല്ല രഞ്ജിത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോട് ഇത്ര എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും. ബ്രാഞ്ച് കമ്മിറ്റികൾ ചർച്ച ചെയ്യും. അതിൽ ആരും തർക്കമില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യും, അതിന് പരിഹരിക്കും. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പരസ്യമായിട്ട് പറഞ്ഞില്ലേ, ആരും മറച്ചു വെച്ചില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് SNDP-യുടെ കുറെ വോട്ടുകൾ BJP-യിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ വസ്തുതയാണ്. SNDP-യുടെ കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. അത് എല്ലാവരും പോയിട്ടൊന്നുമില്ല, അങ്ങനെയൊന്നും പോകത്തുമില്ല. ഏറ്റവും വലിയ ഉദാഹരണം കോട്ടയം ജില്ല, കോട്ടയം പാർലമെന്റ് മണ്ഡല. അവിടെ 2019 കോട്ടയം പാർലമെന്റ് കിട്ടിയിരിക്കുന്നതിനേക്കാൾ കേവലം 9,200 വോട്ട് മാത്രമേ ഉള്ളൂ BDJS-ന്റെ സംസ്ഥാന പ്രസിഡന്റും വെള്ളാപ്പള്ളിയുടെ മകനുമായി തുഷാർപ്പള്ളിക്ക് നേടാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ഈഴവ സമുദായത്തിന് 4,30,000 വോട്ടുണ്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ. അവരെല്ലാം വോട്ട് ചെയ്തോ? അത് വളരെ വ്യക്തമല്ലേ? അപ്പൊ അതുകൊണ്ട് പറ്റിയിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പഠിക്കും, അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. BJP കേരളത്തിൽ വന്നാൽ അത് മേൽക്കൈ നേടാനുള്ള ശ്രമം നടത്തുന്നതൊക്കെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ പാർട്ടി കാണുന്നുണ്ട്. ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷെ അവിടെ ശ്രീമാർ സാറിനെ പോലെയുള്ള കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസിന്റെ സഹയാത്രികൾ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. തൃശ്ശൂർ എങ്ങനെയാണ് പിന്നെ BJP ജയിച്ചത്? തൃശ്ശൂർ ഉണ്ടായിരുന്ന 80,000 വോട്ട് 2019 എവിടെ പോയി? അത് ആർക്ക് കൊടുത്തു? അതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? എങ്ങനെയാണ് തൃശ്ശൂർ വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് തൃശ്ശൂരിലെ പരാജയം പലവട്ടം ചർച്ച ചെയ്താണ്. മറ്റു പല കാര്യങ്ങൾ അതായത് നമ്മൾ നോക്കൂ, ഇപ്പൊ കേന്ദ്ര കമ്മിറ്റി തിരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്രിപുരയിലെയും വെസ്റ്റ് ബംഗാളിലെയും പാർട്ടി ഇതില്ല. അവിടെ നിന്നുള്ള നേതാക്കൾ പറഞ്ഞ കേരളത്തിൽ പാർട്ടിയുള്ള നേതാക്കൾ അത് അംഗീകരിക്കുമോ?
കേരളത്തിലല്ലേ ആ പാർട്ടി ഉള്ളൂ, ഇവിടെയല്ലേ മുഖ്യമന്ത്രി ഉള്ളൂ. അപ്പൊ എന്ത് ആര് പറയുന്നു ഇവരോട് തിരുത്താനായിട്ട്? അത് പറയാനുള്ള ധൈര്യം നിന്ന് പോളിറ്റ് ബ്യൂറോയിലോ കേന്ദ്ര കമ്മിറ്റിയിലൊന്നും ആരുമില്ല. പിന്നെ അത് മാത്രമല്ല, ഈ പി ജയരാജനൊക്കെ എന്നാണ് ഇവർക്ക് ഒരു വിമർശനത്തിന് വിധേയനാകാൻ തുടങ്ങി എന്നോട്ടാണ്. ഈ പി ജയരാജൻ പാർട്ടി കെട്ടിപ്പടുത്ത ആളല്ലേ കണ്ണൂരിലെ. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, അവര് കേരള ഘടകത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. കാരണം കേന്ദ്ര നേതൃത്വത്തിലെ കേരളത്തിലെ പോലെ കേരളത്തിൽ പാർട്ടിയുണ്ട്, ഭരണമുണ്ട്. ബംഗാളിൽ ഭരണവും ഇല്ല, പാർട്ടിയില്ല. ത്രിപുരയിൽ ഭരണവും ഇല്ല, പാർട്ടിയില്ല. പിന്നെ എവിടെയാ CPM ഉള്ളത്? അവർ വല്ലവരും ബംഗാളി കോൺഗ്രസ് ഉണ്ടോ? അല്ല, അത് വേറെ കോൺഗ്രസിന്റെ കാര്യം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ CPM-ന്റെ കാര്യമാണ് പറഞ്ഞേ. ഒറ്റ കാര്യം സാറിനോട്, അല്ല സാധാരണ ആരോട് ചോദിക്കുക, സാറേ ഒരു കാലത്ത് 26 സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്ന പാർട്ടി. പ്രശ്നമുണ്ട് സാർ, അൺമ്യൂട്ട് പെട്ടെന്ന് സാർ. അല്ല, കോൺഗ്രസിന്റെ കാര്യം റെജി ലൂക്കോസെ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തു. ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായല്ലോ. അത് മാത്രം പോരെ, പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസ് തിരിച്ചു പിടിച്ചില്ലേ? അത് നിസ്സാര കാര്യമാണോ? അത് കോൺഗ്രസ് ഒറ്റയ്ക്ക് പിടിച്ചതാണോ സാറേ? കോൺഗ്രസ് ഒറ്റയ്ക്ക് പിടിച്ചതാണോ? 28 അംഗങ്ങളുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പാർട്ടായിട്ട് നിന്നുകൊണ്ട് ഞങ്ങളൊന്നും നിങ്ങളോട് മത്സരിച്ചിട്ടുണ്ട് പരതരത്തും. അതിന് കോൺഗ്രസ് വിജയിച്ചു. കേരളത്തിന് പുറത്ത് സമ്മതിക്കണം സാർ, അല്ലേ? കേരളത്തിന് പുറത്ത് സമ്മതിക്കണം. കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി വന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നില്ല. ഒരു തർക്കവും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഞങ്ങൾ. എന്തിനാ തർക്കം? പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എപ്പോഴും ഞങ്ങൾ തകരണമെന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പറയരുത്. ഇവിടെ പിണറായി വിജയൻ തുടർച്ചയായി കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് തകരണമെന്നാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ എന്തൊക്കെ വിമർശനമാണ് നിങ്ങളുടെ MLA-മാരും മന്ത്രിമാരും ഒക്കെ നടത്തിയത്? രഞ്ജിത്ത്, കല്ല് വെച്ചതോണ എന്താണ് അൻവർ എന്താണ് പറഞ്ഞത്? പി വി അൻവർ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ആരും ലക്ഷം പോലും വേണ്ടിട്ട് ഒരു ചാനൽ ചർച്ച പോലും അതാ പറഞ്ഞത്. നിങ്ങളുടെ മാധ്യമങ്ങൾ ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്നത്. കണ്ണൂർ വെച്ച് പ്രസംഗിച്ചതാ, കോട്ടയത്ത് വെച്ച് പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി. അതല്ല, ആ വസ്തുത ഇങ്ങനെ മറച്ച് സംസാരിക്കരുത്. ദയവായി ഒന്ന് അവസാനം ഒരു 30 സെക്കൻഡ് വളരെ പെട്ടെന്ന്. അതായത് വളരെ പെട്ടെന്ന് അവസാനം. അതായത് ഞാൻ പറയട്ടെ, കേരളത്തിൽ കോൺഗ്രസ് ഇത്തവണ 18 സീറ്റ് ജയിച്ചല്ലോ. ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് CPM-ന്റെ കോട്ടകളെന്ന് അവർ പറയുന്ന വടകരയിലും അതുപോലെ തന്നെ ചില പാലക്കാടും ഒക്കെ ജയിച്ചല്ലോ. അതെങ്ങനെ സംഭവിച്ചു? കോൺഗ്രസ് തളർന്നിട്ടാണോ? ദേശീയ തലത്തിൽ കോൺഗ്രസ് ഉയർത്തിരുന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ്. ശരി സാർ, സമയക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. CPI-യുടെ വിമർശനം CPM കേൾക്കുമോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർക്കായി പ്രൈം ഡിബേറ്റ് മുന്നോട്ട് വെച്ചത്. ഇല്ല എന്ന് 79% ആളുകൾ അഭിപ്രായപ്പെട്ടു. കേൾക്കുമെന്ന് 18% ആളുകൾ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. പ്രൈം ഡിബേറ്റ് പൂർത്തിയാകാനുള്ള സമയമായി. പ്രധാനപ്പെട്ട അതിഥികൾക്ക് വളരെ നന്ദി. ചർച്ചയുടെ ഭാഗമായത് റെജി ലൂക്കോസ്, ശ്രീ N. ശ്രീകുമാർ, ഒപ്പം ശ്രീ NP ചേക്കുട്ടി, ഒപ്പം ശ്രീ KK രമ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.